നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിളതി. ഇന്ന് നല്ല ദിവസമാണ്. 5 വർഷം പുറത്തുവിടാതിരുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട ദിവസമാണ്. ചിലർ വിചാരിക്കും ഞാൻ പൊങ്ങച്ചം പറയാണ്. മലയാളത്തിലെ ഏതാണ്ട് എല്ലാ ചാനലുകാരും വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല. കാരണം നമ്മൾ പോയി തുറന്നടിച്ചാൽ ഒന്നാമത് ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരു ചാനലിലും ചർച്ചയ്ക്ക് പോകില്ല, ഒരു യൂട്യൂബർക്കും അഭിമുഖം കൊടുക്കില്ല. അത് എൻ്റെ ഒരു പോളിസിയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ തീരുമാനിച്ചതാണ്. രണ്ടാമത് ഈ വഷളൻ റിപ്പോർട്ടിന് മറുപടി പറയാനായിട്ട് ഏതെങ്കിലുമൊക്കെ ദേഹം മുഴുവൻ നാക്കുള്ള 2-3 പെണ്ണുങ്ങളെ കൊണ്ടിരുത്തിയിട്ട് നമ്മളെയും കൂടെ കൊണ്ടിട്ട് കൊടുക്കും. നമ്മളെന്തിനാ അവരുടെ തർക്കിക്കാൻ പോണേ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് നന്നായി എന്ന് ഞാൻ പറയും. കാരണം നിധി കാക്കുന്ന ഭൂതം പോലെ അത് വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യം എന്താ? ബഹുരസമാണ് കാര്യങ്ങൾ. ഒരു ചാനലിൽ ഒരു മഹിത കിടന്ന് നാക്കിട്ടടിക്കുന്നു. നാണമില്ലേ അമ്മയ്ക്ക്, നാണമില്ലേ സിദ്ദിഖിന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിക്കുന്നൊരു സ്ത്രീ, വാർത്ത വായിക്കുന്നൊരു സ്ത്രീ. ഞാനപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ ഏത് ചാനലിലേക്ക് ഒരു അവതാരകൻ പോയാലും കൂടെ ഈ സ്ത്രീയെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ആ അവതാരകന് ഭാര്യയും മക്കളും ഉണ്ട്, പ്രേമിച്ച് കല്യാണം കഴിച്ചവനാണെന്നുള്ള ബോധമില്ലാതെ ഇവൾ രഹസ്യ ഭാര്യയായിട്ട് ഏത് ചാനലിലായാലും, ചില സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ചില ചാനലിൽ പോലും ആ വാർത്ത വായിക്കുന്ന ആളിനെ എടുത്തപ്പോൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, എവളെയും കൂടെ എടുക്കും. ഇപ്പോൾ അതില്ല, രണ്ടുപേരും 2 ചാനലിലായി. അങ്ങനെ കണ്ടവൻ്റെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് കിടന്നവളാണ് ഇരുന്ന് സദാചാരം പറയുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് സിദ്ദിഖേ, അമ്മയുടെ സെക്രട്ടറി ആയിരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ, അമ്മയ്ക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, എവക്ക് നാണമില്ലേ എന്ന് പറഞ്ഞാൽ കൂടിപ്പോകും. അതുകൊണ്ട് പറയുന്നില്ല. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 240 പേജ് എനിക്ക് 8-9 പേര് അയച്ചിരിക്കുന്നു PDF ഫയൽ. 240 പേജൊക്കെ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും പഠിച്ചിരുന്നു ഞാൻ എവിടെ എത്തി തന്നെ. എന്തായാലും ഞാനത് പഠിച്ചിട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കത്തെക്കുറിച്ച് വിശദമായി ഒരു എപ്പിസോഡോ 2 എപ്പിസോഡോ വേണമെങ്കിൽ ചെയ്യാം. ഇന്ന് ചെയ്യുന്നത് അതല്ല. ആമുഖമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും വിശദമായി അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. നമസ്കാരം. രസകരമായൊരു എപ്പിസോഡാണ് ഇന്ന് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ. രാജൻ ജോസഫ് എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തകനുണ്ട് എന്ന് പറയാം. പത്രപ്രവർത്തകൻ യൂട്യൂബറാണിപ്പോൾ, അല്ലെങ്കിൽ ഏതൊക്കെ ചാനലുകളിൽ രാഷ്ട്രീയം പറയുന്ന ആളാണ്. രാഷ്ട്രീയമല്ല, സകലമാന വിഷയത്തെക്കുറിച്ച് രാജൻ സംസാരിക്കും. എനിക്ക് രാജൻ ജോസഫിൻ്റെ ചില എപ്പിസോഡുകൾ, ചില പോസ്റ്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ എപ്പിസോഡിൽ തന്നെ ഏതോ ഒരു കഥയിൽ ഞാൻ രാജൻ്റെ സബ്ജക്റ്റ്, രാജൻ്റെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് എന്തൊക്കെ പറയുകയും ചെയ്തു പോസിറ്റീവായിട്ട്. പക്ഷേ രാജൻ എന്നെ ഒരുപാട് ചീത്ത വിളിച്ച, അനാവശ്യം പറഞ്ഞ 2 എപ്പിസോഡ് ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നു. ഞാൻ ആദ്യം അത് തമാശയായിട്ടെടുത്തു. ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഞാനതങ്ങ് വിട്ടു. രാജൻ്റെ ഒരു കുഴപ്പം, രാജൻ നന്നായിട്ട് മദ്യപിക്കും. എനിക്ക് തോന്നി ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഈ ഫോണിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോഴും മദ്യപിക്കും തോന്നും. രാജൻ അപ്പോൾ പറയുന്നത് എന്താണെന്ന് പിറ്റേ ദിവസം അറിയില്ല. രാജൻ എന്നെ ഒരു പ്രാന്തൻ എന്ന് പറഞ്ഞു. പക്ഷേ രാജന് ഓർമ്മയില്ല പറഞ്ഞു വന്നു. വീഡിയോ ആയതുകൊണ്ട് തെളിവ് കിടക്കയില്ലേ. ഞാൻ സെക്രട്ടേറിയറ്റ് നടയിൽ ആഗസ്റ്റ് 15-ന് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം റീകമ്മീഷൻ ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പുരുഷന്മാരുടെ ഒരു സംഘടന നടത്തുന്ന നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയി. അവിടെ വെച്ച് പെട്ടെന്ന് ആ ഫംഗ്ഷൻ നടക്കുന്നതിന് മുന്നേ വെച്ചൊരു ചാനലുകാരൻ ഹേമ കമ്മീഷനെ കുറിച്ച് എന്തോ ചോദിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ രാജൻ ജോസഫ് താങ്കളെ പ്രാന്തൻ എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവർക്കൊരു കമൻറ്റ് കൊടുത്തു. അവനൊരു വട്ടനാണ്. അവൻ വട്ടനാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്കൊരു എളുപ്പമുണ്ട്. എൻ്റെയും അയാളുടെയും ഓരോ ഫോട്ടോ കാണിച്ചാൽ മതി. ആ ഫോട്ടോയിൽ നോക്കിയാൽ എനിക്കാണോ വട്ട് അയാൾക്കാണോ വട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു ബൈറ്റ് കൊടുത്തു. ഞാനതും കളഞ്ഞു. അപ്പം ഞാൻ പറയാൻ വന്നത്, എന്നെ ഒരുപാട് പേർ എൻ്റെ ഒരു കുഴപ്പം ഇപ്പോൾ അതാണ്, ഭാഗ്യവും അതാണെന്ന് പറയാം. എന്തെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്നെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു വാർത്ത ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ വന്നാൽ നിമിഷങ്ങൾക്കൊക്കെ ഒരു 10-25 പേരെങ്കിലും അയച്ചു തരും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 240 പേജിൻ്റെ PDF ഫയൽ 9 പേരായിട്ട് അയച്ചു തന്നു. ഈ 9 പേരും എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ആ 240 പേജ് ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ടെ ചേട്ടാ അത് എപ്പിസോഡാക്കണം. ഞാൻ പറഞ്ഞ ആ 240 പേജ് കുത്തിയിരുന്ന് പഠിക്കുന്നതിനേക്കാൾ
ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ എന്ന് തിരിച്ച് ചോദിച്ചു. എന്തായാലും ഞാനത് പഠിക്കാം. അപ്പോൾ ഈ രാജൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്, അയാൾ ഏതൊക്കെയോ ചാനലുകളിൽ വർക്ക് ചെയ്യാറുണ്ട്. ചാനലുകളിൽ വർക്ക് ചെയ്യുന്നതിന് പൈസ വാങ്ങിക്കും. ഒരു സ്റ്റോർ ചെയ്യുന്നതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് വാങ്ങുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു എപ്പിസോഡ് ചെയ്തു, സിനിമയിലെ വല്യക്കയും അമൈര ശിരസ്കനും ഹേമ കമ്മീഷനിൽ കുടുങ്ങുമോ എന്നാണ് ഹെഡിങ്. ശ്രദ്ധിച്ച് കേൾക്കണം. സിനിമയിലെ വല്യക്കയും, അതായത് വല്യക്ക മലയാള സിനിമയിലെ വല്യക്ക എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് മമ്മൂട്ടിയാണ്. പക്ഷേ രാജൻ ജോസഫ് പറയുന്ന അല്ല, ഞാൻ മമ്മൂട്ടി അല്ല പറയുന്നു. എന്നാൽ അടുത്ത ആളെ പറ, നീ പറഞ്ഞ ആളെ പറ എന്ന് പറഞ്ഞാൽ അമൈര ശിരസ്കൻ എന്ന് പറഞ്ഞ സിദ്ദിഖിനെയാണ്. ഇവർ രണ്ടുപേരും ഹേമ കമ്മീഷനിൽ കുടുങ്ങുമോ എന്ന് ചോദിക്കുന്നത് രണ്ടുപേരും മുസ്ലിം ആയതുകൊണ്ടാണ്. വേറെ എല്ലാവരും സദാചാര പാലകരാണ് രാജൻ്റെ കാഴ്ചപ്പാടിൽ. ഇവർ രണ്ടുപേരും, ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്, അവർ രണ്ടുപേരും മുസ്ലിം ആയതുകൊണ്ടാണ് രാജൻ ചെയ്ത പ്രോഗ്രാമിന് ഇങ്ങനെ ഹെഡിങ് ഇട്ടിരിക്കുന്നത്, സിനിമയിലെ വല്യക്കയും അമൈര ശിരസ്കനും ഹേമ കമ്മീഷനിൽ കുടുങ്ങുമോ. ഇതാണ് ഹെഡിങ്. ഹേമ കമ്മീഷൻ വിഷയത്തെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ആമുഖമായിട്ട് രാജൻ പറയുന്നു. മറ്റേതോ ചാനലിൽ സംസാരിച്ച വിഷയമായതിനാൽ, അപ്പോൾ രാജൻ വേറെ ഏതൊരു ചാനലിൽ സംസാരിച്ചു, ബോധമില്ല അതിൽ സംസാരിച്ചു. അത് കേട്ടവർ ഇത് കേൾക്കണ്ട എന്ന് ആമുഖമായിട്ട് രാജൻ പറയുന്നുണ്ട്. ഞാൻ വേറൊരു ചാനലിൽ ഇതേ വിഷയം സംസാരിച്ചു, അത് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണണ്ട എന്ന് പറയുന്നുണ്ട്. ആദ്യകാല മലയാള സിനിമയിൽ ഇന്നത്തെ പോലെ ആയിരുന്നില്ല. അന്ന് പോക്സോ കേസില്ല. 14, 15, 13 വയസ്സുള്ള പെൺകുട്ടികൾ സിനിമയിൽ അവസരം തേടുമ്പോൾ അന്ന് വലിയ റിസ്ക്കായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ അടക്കം അന്ന് ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നു സിനിമാ പ്രവർത്തനം. രാജന് സിനിമയെക്കുറിച്ച് ABCD അറിഞ്ഞുകൂടാ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത്. മോഹൻലാലും മമ്മൂട്ടിയും മദ്രാസ് കേന്ദ്രീകരിച്ചായിരുന്നു തുടക്കകാലത്ത് പ്രവർത്തിച്ചിരുന്നതല്ല. ഇടയ്ക്ക് കുറച്ച് ദിവസമാണ് അവരവിടെ ഉണ്ടായിരുന്നത്. വലിയ വീടൊക്കെ വെച്ച് മമ്മൂട്ടി താമസിച്ചെങ്കിലും അദ്ദേഹം അത് കൊടുത്തിട്ട് പോന്നു. മോഹൻലാൽ സുചിത്രയെ കല്യാണം കഴിച്ച ശേഷം മദ്രാസിൽ കുറേ കാലം ജീവിച്ചു. അപ്പോഴും ആ വീട് അവിടെ ഇട്ടിട്ട് അദ്ദേഹം എറണാകുളത്തേക്ക് പോന്നു. പക്ഷേ രാജൻ പറയുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലും അടക്കമുള്ളവർ അന്ന് ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നു ജീവിച്ചിരുന്നതാണ് പറഞ്ഞത്. അപ്പം തന്നെ മനസ്സിലായില്ലേ രാജന് സിനിമയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. പട്ടിണി കിടന്ന് സ്വാമീസ് ലോഡ്ജിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായങ്ങൾ സ്വീകരിച്ച് വന്നവരാണ് ഈ മമ്മൂട്ടി, മോഹൻലാൽ എന്നാണ് പറഞ്ഞാൽ 100% കള്ള. ഒരു നിയമ സെക്രട്ടറി ആയിരുന്ന ആളിൻ്റെ മകനാണ് മോഹൻലാൽ. 2 ആൺപിള്ളേരേ ഉള്ളൂ. അന്തസ്സായിട്ട് വീട്ടിൽ കാറടക്കമുള്ള അന്തസ്സായിട്ട് 2 നല്ല വലിയ മുടമുകളിൽ വലിയ കെട്ടിടമൊക്കെ ഉള്ള ഒരു വലിയ മനുഷ്യൻ്റെ മക്കളായിരുന്നു മോഹൻലാലും പ്യാരേലാലും. അയാൾക്ക് തെണ്ടി തിരിഞ്ഞ് സ്വാമീസ് ലോഡ്ജിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെ അടുത്ത് നിന്ന് കാപ്പാത്തുങ്കോ വിശക്കുന്നു എന്ന് പറഞ്ഞ് വാങ്ങേണ്ട ഒരവസ്ഥയും അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. മമ്മൂട്ടി മഞ്ചേരിയിൽ വക്കീലായിരുന്ന കാലത്താണ് MTയുടെ എന്താ പറയുക ദേവലോകത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ബിൽക്കാരൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോഴും എനിക്ക് തോന്നുന്നു മമ്മൂട്ടി വിവാഹം കഴിഞ്ഞ് 4ാമത്തെ 5ാമത്തെ ദിവസമാണ് പോകുന്നത്. അപ്പോഴും അദ്ദേഹം വക്കീലാണ്. അപ്പോൾ ഇവരൊക്കെ സ്വാമീസ് ലോഡ്ജിൽ കിടന്ന് പട്ടിണി കിടന്നാണ് സിനിമയിൽ വന്നത്, അല്ലെങ്കിൽ അവിടെ താമസിച്ചിരുന്നവരിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിച്ചാണ് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് രാജൻ ജോസഫെ, വിഡ്ഢിത്തനമാണ് താങ്കൾ പറയുന്നത്. പകയ്ക്ക് ഇവർ ഏറെയായിട്ടുണ്ട്, പലരെയും മൂലക്കിരുത്തിയിട്ടുണ്ട്. സിനിമയിൽ ഒരുപാട് കുടിപ്പകൾ നടന്നിട്ടുണ്ട്. ചിലരെയൊക്കെ മൂലയിൽ ഇരുത്തിയിട്ടുമുണ്ട്. അതിൽ പലരും മൂലയിലിരിക്കാൻ യോഗ്യരുമാണ്. അതുപോലെ തന്നെ നടിമാർ വരുമ്പോൾ എൻട്രിക്കായി ഒരുപാട് ബുദ്ധിമുട്ടണം. പലർക്കും വഴങ്ങി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പലർക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ രാജൻ പറയുന്നതിൽ സത്യമുണ്ടെന്ന് ഞാൻ പറയും. മദ്രാസിലെ കോടമ്പക്ക സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജനുസിൽപ്പെട്ടതായിരുന്നു. ഇപ്പം വർത്തമാനകാല മലയാള സിനിമ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള നല്ല കുടുംബത്തിൽ പറഞ്ഞ പിള്ളേരല്ലേ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞത്. എന്തെന്ന് കേട്ടാൽ കുന്തൊന്നും മറുപടി പറയാനുള്ള ചങ്കൂറ്റമുള്ള പെൺപിള്ളേരാണ് വർത്തമാനകാല മലയാള സിനിമയിലുള്ളത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. വിദ്യാഭ്യാസമില്ലാത്ത, സാമ്പത്തിക സ്ഥിതിയില്ലാത്ത, ഒരു നേരത്തെ ആഹാരം കൃത്യമായി കിട്ടാത്ത എത്രയോ പാവങ്ങൾ. നമ്മുടെ പ്രശസ്തരായ നടിമാരുടെ നമ്മളുടെ സ്റ്റോറികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അച്ഛൻ ഉപേക്ഷിച്ച് പോയ, അച്ഛനും അമ്മയും ഇല്ലാതെ പോയ, അച്ഛൻ്റെ ബിസിനസ് നഷ്ടപ്പെട്ടു പോയ, അങ്ങനെ വീട്ടുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് പലരും നടിയാവാൻ ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് തന്നെ പലർക്കും ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നു. ടാലൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് സ്വയം പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളുണ്ട്. റീൽസൊക്കെ ചെയ്താൽ മതി എന്നാണ് നമ്മുടെ രാജൻ ജോസഫ് പറയുന്നത്. എൻ്റെ പൊന്നു രാജ, ഒരു സിനിമാ നടിയാവുന്നതിന് പകരം റീൽസ് ചെയ്ത് യൂട്യൂബിലിട്ടാൽ എങ്ങനെ ജീവിക്കും രാജ? അവരിടുന്ന ഡ്രസ്സോ
അവർ മുഖത്ത് തേക്കുന്ന കളറുകളോ വാങ്ങിക്കാൻ പോലും തികയില്ല. രാജൻ അങ്ങനെയൊന്നും പറഞ്ഞ് എന്തിനു വെറുതെ പറയുന്നത്? ഒരാൾക്ക് മരുന്ന് കയ്യിലുണ്ടെങ്കിൽ, അതായത് സ്റ്റഫ് ഉണ്ടെങ്കിൽ എന്നാണ് രാജ ഉദ്ദേശിക്കുന്നത്, അവർക്കത് അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള വഴികൾ ഇന്ന് ഒരുപാടാണെന്നാണ് പറഞ്ഞത്. യൂട്യൂബും വാട്സാപ്പും ടെലഗ്രാമും ഒക്കെ ഉണ്ടല്ലോ എന്നാണ് രാജൻ പറയുന്നത്. ഇന്ന് ഓഡീഷൻ വയ്ക്കുന്നുണ്ട്, മുൻകൂട്ടി ഓഡീഷൻ വയ്ക്കുന്നവർ അനൗൺസ് ചെയ്യും, കാര്യങ്ങൾ സുതാര്യമായി താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റും. വിഡ്ഢിത്തരമാണ് രാജൻ പറയുന്നത്. നമ്മൾ തന്നെ എത്ര എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഓഡീഷൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പെൺകുട്ടികളുടെ ചാരിത്ര്യവും ആൺകുട്ടികളുടെ ലക്ഷക്കണക്കിന് രൂപയും പറ്റിക്കുന്ന, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിർബാധം കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ട്, കാസ്റ്റിംഗ് കോൾ നടക്കുന്നുണ്ട് എന്ന്, ഓഡീഷൻ ടെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ തന്നെ എത്രയോ എപ്പിസോഡിൽ തെളിവ് സഹിതം പറഞ്ഞു. പക്ഷേ രാജൻ പറയുന്നത് ഇപ്പോൾ ഓഡീഷൻ പലരും വയ്ക്കുന്നുണ്ട്, നിർമ്മാതാക്കളൊക്കെ ഓഡീഷൻ വയ്ക്കുന്നുണ്ട്, മുൻകൂട്ടി തന്നെ ഇത്രാം തീയതിയാണെന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ സുതാര്യമാണെന്നാണ് പറയുന്നത്. പൊന്ന് രാജ, ഒരു സുതാര്യതയുമില്ല. ഇവിടുത്തെ പല ഓഡീഷനും നടക്കുന്നത് ഇപ്പോൾ ഗോവയിലാണ്. അവിടെ നിർമ്മാതാക്കൾ മാത്രമല്ല, ഗൾഫിൽ നിന്ന് കാശ് മുടക്കാൻ ആരെങ്കിലുമൊക്കെ റാഞ്ചി കൊണ്ടുവരുന്നവർക്ക് വരെ 7-8 ദിവസം ഓഡീഷൻ നടത്തുന്ന പെൺകുട്ടികളെ കൊണ്ട് ഓഡീഷൻ നടത്തുന്ന നാടാണ് കേരളം. അതുകൊണ്ട് രാജൻ ഇങ്ങനെ വിശ്വസിക്കരുത്. തെക്കുറിശ്ശിയൊക്കെ അറിയപ്പെടുന്ന കോഴിയായിരുന്നു. രാജൻ പറയുകയാണ്. ഞാൻ പറയുന്ന രാജ, അദ്ദേഹം സരസകവിയായിരുന്നു, പാരഡി എഴുതുന്ന ആളായിരുന്നു, സെക്സിനെ വളരെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പോയി നിങ്ങളിപ്പോൾ നോക്ക്, അനാഥമായി കിടക്കുന്നുവെങ്കിൽ ആ വീട്ടിലെ ശില്പങ്ങൾ നോക്കിയാൽ നമുക്ക് ചിരി വരും. അയ്യോ, ഇതെന്താ തെക്കുറിശ്ശി മാമൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നു തോന്നും. അദ്ദേഹത്തും സെക്സിനെ ഒരു വലിയ കലയായിട്ട് കണ്ടിട്ടുള്ള ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് എന്താ പറയുക, ഒരു മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് സ്ത്രീകളെ ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കാം. പക്ഷേ അത് കാസ്റ്റിംഗ് കൗച്ച് പോലെ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ സിനിമയിൽ എൻ്റെ നായികയാവണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സിനിമയിൽ സഹകരിക്കണമെങ്കിൽ നീ എൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞൊന്നും ഒരിക്കലും തെക്കുറിശ്ശി മാമൻ ചെയ്തിട്ടുണ്ടെന്ന് ശത്രുക്കൾ പോലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ രാജൻ പറയുന്നു, തെക്കുറിശ്ശി അറിയപ്പെടുന്ന കോഴിയായിരുന്നു. ഒരുപാട് പേർ അക്കാര്യം രാജനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ രാജൻ്റെ ഒരു കുഴപ്പം എവിടെയെന്ന് ചോദിച്ചാൽ, രാജനോട് ഈ ഇതൊക്കെ പറഞ്ഞ സിനിമാക്കാർ എവിടെ വെച്ച് പറഞ്ഞു എന്ന് വെച്ചാൽ, രാജൻ സത്യസന്ധമായി തുറന്നു പറയുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത്, മദ്യപാന സദസ്സിൽ വെച്ച് ഞങ്ങൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സുഹൃത്തുക്കൾ ദുബായിൽ വെച്ചും അല്ലെങ്കിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ വെച്ച് വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. വെള്ളം അടിക്കുമ്പോൾ പറയുന്നതൊന്നും സത്യസന്ധമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് രാജ എന്നാണ് രാജൻ്റെ നന്മയ്ക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. പുള്ളി, അതായത് തെക്കുറിശ്ശി, അതൊക്കെ ഒരു അലങ്കാരമായിട്ട് എടുത്തു എന്നാണ്. അദ്ദേഹം അല്ലാതെ ഞാൻ സത്യവാനെന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് സ്ത്രീ വിഷയങ്ങളുണ്ടായിരുന്നു, അത് പറയാൻ മടിയില്ലായിരുന്നു. ജീവിതത്തിൽ 3 കല്യാണം കഴിച്ചിരുന്നു, അതൊക്കെ സത്യമാണ്. അദ്ദേഹം ഒന്നും ഒളിച്ചു വയ്ക്കുന്ന ആളല്ല. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞാൽ, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ സിനിമയുടെ 50ാം ദിവസം തിരുവനന്തപുരത്ത് MP തിയേറ്ററിൽ ആഘോഷിക്കുന്നു. എൻ്റെ മാമൻ അവിടെ ജോലിയുണ്ട്. മാമനെ പഴയ കാലത്തെ അമ്മാവന്മാരെ പോലെ എനിക്ക് പേടിയാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, പഠിക്കുന്ന കാലം, അമ്മ ആ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ്റെ 50ാം ദിവസത്തെ പ്രോഗ്രാം കാണാൻ ഒരു പാസ് മാമൻ്റെ ഇന്ന് വാങ്ങിത്തരാൻ പറഞ്ഞു. അമ്മ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞാണല്ലോ മാമൻ വരുന്നത്. 1 മണിക്ക് വന്ന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, എടാ മണിയാ, മണിയൻ എന്നാണ് വിളിക്കുന്നത് സ്നേഹപൂർവ്വം, മണിയാ, എടാ ദിനേശന് നിൻ്റെ ആ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ്റെ 50ാം ദിവസത്തെ ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന് പറയുന്നു, ഒരു പാസ് ഓർഡർ അവന്. അവൻ നമ്മൾ ഉറങ്ങിപ്പോയി, കൊച്ചല്ലേ. അവൻ പറഞ്ഞു, എൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിരന്തരമായ എൻ്റെ നിർബന്ധം കൊണ്ട്, കരച്ചിലിൻ്റെ വക്കോളം എത്തി സംസാരിക്കുന്നതുകൊണ്ട് തുടരെ അമ്മ പറഞ്ഞ്, അങ്ങനെ മാമൻ പറഞ്ഞു, ആ ദിവസം പാലാട്ട് കുഞ്ഞിക്കണ്ണൻ്റെ 50ാം ദിവസം ആഘോഷിക്കുന്ന ദിവസം ഷീബാലിച്ചെല്ലാം പറഞ്ഞു MP തിയേറ്ററിൽ. അന്ന് MP തിയേറ്ററാണ്. ഞാൻ അവിടെ ചെന്നു. മണ്ണിട്ട താഴെ വീഴില്ല, അത്രയും ജനക്കൂട്ടമുണ്ട്. അതിൻ്റെ ഇടയിലൂടെ വകഞ്ഞു മാറി ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് സെക്യൂരിറ്റിക്കാരനോട്, എന്നെ കണ്ടാൽ അറിയാം, ഞാൻ മാമന് ചോറും കൊണ്ട് ഉച്ചയ്ക്ക് പോകാറുണ്ട്. ഞാൻ പറഞ്ഞു, മാമനെ ഒന്ന് വിളിക്കുമോ എന്നിട്ട്. അയാൾ ഗേറ്റ് അല്പം ഒന്ന് തുറന്ന് എന്നെ അകത്ത് കയറ്റി. മണിയെന്തോ അവിടെ നിൽപ്പുണ്ട്. അല്ല, തിയേറ്ററിൽ മാമനെ വിളിക്കുന്ന തങ്കപ്പൻ നായരനാണ്. തങ്കപ്പൻ നായരെന്തോ അവിടെ നിൽപ്പുണ്ട്. ഞാൻ മണിയെ മാമൻ്റെ അടുത്ത് ചെന്നു. മാമൻ ഒട്ടും പിടിച്ചില്ല ഞാൻ ചെന്നത്. ആവശ്യമില്ലാത്ത പണിയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചോണ്ട് പോയി ഒരു കസേരയിലിരുത്തി. 100% സത്യസന്ധമായി പറയുകയാണ്, ഞാനിരുന്ന കസേര പത്രപ്രവർത്തകർക്ക് വേണ്ടി റിസർവ് ചെയ്തിരുന്ന സ്ഥലമാണ്, പത്രക്കാർക്ക്. അറിയാതെ കൊണ്ടിരുത്തിയതാണ്. പക്ഷേ ഞാൻ അവിടുന്ന് ചിലപ്പോൾ സിനിമാ പത്രപ്രവർത്തകനായത് ഈ പത്രപ്രവർത്തകർക്കുള്ള ബോർഡ് വെച്ചിരുന്ന സീറ്റിൽ ആദ്യമായിട്ട് ഇരുന്നുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇരിക്കുന്നു, നിറഞ്ഞ സദസ്സ്, ഒരാരവം കേൾക്കുന്നു. നോക്കുമ്പോൾ ഇടതുവശത്തുള്ള ഒരു ഡോറ് തുറന്ന് ബ്രൗൺ മൂക്കുപൊടിയുടെ കളറുള്ള സഫാരി സൂട്ടിട്ട നസീർ സാർ സുസ്മേരവദനായി അകത്തേക്ക് വരുന്നു. പുറകെ ജയൻ,
അതിൻ്റെ പുറകെ തിക്കുറിശി, ഉണ്ണിമേരി, അങ്ങനെ കുറേ പേര് വന്ന് സ്റ്റേജിലേക്ക് കയറി. ജയേട്ടൻ എൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ, ഞാൻ മുമ്പ് കഥയിൽ പറഞ്ഞു എന്നാണ്, ജയേട്ടൻ എൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ ഞാൻ അറിയാതെ കൈ ഇങ്ങനെ നീട്ടി, ജയേട്ടൻ്റെ കൈ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉരസി കൊണ്ടങ്ങ് പോയി. കുറേ ദിവസം എനിക്ക് അതായിരുന്നു സ്വപ്നം, ജയേട്ടൻ എൻ്റെ കൈ തൊട്ടല്ലോ എന്ന്. അവിടുത്തെ ആശംസാ പ്രസംഗത്തിനിടയിൽ തിക്കുറിശിമാമൻ പ്രസംഗിച്ചൊരു മനോഹരമായ പ്രസംഗമുണ്ട്. അപ്പോൾ തിക്കുറിശിമാമൻ എവിടെ പ്രസംഗിച്ചാലും സെക്സ് കലർത്തിയെ സംസാരിക്കും. അദ്ദേഹം പറഞ്ഞു, ഇവിടെ പ്രധാന വേഷം ചെയ്യുന്ന പ്രേം നസീറും ഈ ഇരിക്കുന്ന ജയനും സുന്ദരന്മാരായിരിക്കുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, രാവിലെ 6 മണി മുതൽ 12 മണി വരെ ഉണ്ണിമേരിയുടെ കൂടെ കിടന്നിട്ടാണ് അഭിനയിക്കുന്നത്. 1 മണി മുതൽ 6 മണി വരെ ശ്രീവിദ്യയായിരിക്കും കൂടെ കിടക്കുന്നത്. 7 മണി മുതൽ 10 മണി വരെ ജയഭാരതിയായിരിക്കും കൂടെ കിടക്കുന്നത്. ഇങ്ങനെ ചെറുപ്പക്കാരായ സ്ത്രീകളോടൊപ്പം കിടക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇത്രയും സൗന്ദര്യം എന്ന് പറഞ്ഞ് തിക്കുറിശിമാമൻ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഇങ്ങനെ സംസാരിച്ചു. ഭയങ്കര കയ്യടിയായിരുന്നു. നമ്മളും ഒരു നടനാണ്. മിക്കവാറും എൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കുന്ന വേഷത്തിന് എൻ്റെ ഭാര്യയായി വരുന്നത് എന്നേക്കാൾ 2 വയസ്സ് മൂപ്പുള്ള ആറന്മുള പൊന്നമ്മ ചേച്ചിയായിരിക്കും. ഞാൻ മരിച്ചു കിടക്കുമ്പോൾ മാത്രമാണ് ഭാര്യ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നെഞ്ചത്ത് വീണ് അവർ കരയുന്നത്. അയ്യോ പോയേ എന്നൊക്കെ പറഞ്ഞ് കരയും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ഞാൻ ശവമായിട്ടാണ് കിടക്കുന്നത്. എന്നേക്കാൾ 2 വയസ്സ് മൂപ്പുള്ള ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അകാല നരവ വന്ന് കിളവനായി എന്ന് അവിടെ പ്രസംഗിച്ചു. തിക്കുറിശിമാമൻ അങ്ങനെയാണ്. സെക്സ് കലർന്ന കാര്യങ്ങൾ സംസാരിക്കാൻ, പാരടി പാടാൻ ഒന്നും ഒരു മടിയുമില്ലാത്ത ആളാണ്. എന്ന് മാത്രമല്ല, തിക്കുറിശിമാമൻ്റെ കയ്യിൽ ഒരു ആൽബമുണ്ട്. നമ്മൾ മലയാളത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത, നമ്മൾ ഒരിക്കലും വൾഗാരിറ്റിയിൽ ഒരു പടത്തിലും കണ്ടിട്ടില്ലാത്ത ഒരു നല്ല അഭിനേത്രിയുടെ പകുതി നഗ്നയായ ഒരു ഫോട്ടോ തിക്കുറിശിമാമൻ്റെ ആൽബത്തിലുണ്ടായിരുന്നു. എനിക്ക് അതിശയം തോന്നി, അയ്യോ ഈ ചേച്ചി ഇങ്ങനെ നിൽക്കുമോ എന്ന് തോന്നിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വിചാരിച്ച് എന്തും നടക്കൂടാ എന്ന് തിക്കുറിശിമാമൻ പറയുമായിരുന്നു. രാജൻ ജോസഫ് പറയുന്നത്, അടൂർ ഭാസി ഏറെ ചിരിപ്പിച്ചിട്ടുള്ള നടനാണ്. ആ നർമ്മബോധം ജീവിതത്തിലുണ്ടായിരുന്നില്ല. തനിക്ക് വഴങ്ങിത്തരാത്ത സ്ത്രീകളോട് ഫീൽഡിൽ നിന്നും ഔട്ടാക്കിയിട്ടുള്ള മനുഷ്യനാണ് അടൂർ ഭാസി. സാക്ഷാൽ KPAC ലളിത തുറന്നു പറഞ്ഞു. ആ ലളിതയ്ക്ക് ഭരതനോട് പ്രേമമായിരുന്നു. ഭരതന് ശ്രീവിദ്യയോടും ശ്രീവിദ്യയ്ക്ക് കമലഹാസനോടുമായിരുന്നു പ്രേമം. പിന്നെ ജോർജിനെ പ്രേമിച്ചു ശ്രീവിദ്യ. വിവാഹം കഴിക്കുന്നു. ഒടുവിൽ വയസ്സുകാലത്ത് ഗണേശകുമാരനും അവരെ നന്നായി ചതിച്ചു, എല്ലാ അർത്ഥത്തിലും ചതിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എവിടെ നിന്നാണ്? KPAC ലളിത പറഞ്ഞു, മദ്യപിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഒന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെ കിടക്കാത്തവർക്ക് സിനിമയിൽ സ്ഥാനമില്ല എന്ന് അടൂർ ഭാസി പറഞ്ഞു എന്ന് പറഞ്ഞാൽ, GV കൃഷ്ണപിള്ളയെ പോലെ ഒരുപാട് വലിയ മനുഷ്യരുടെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്ന അടൂർ ഭാസിയെക്കുറിച്ച്, അല്ലെങ്കിൽ ജീവിതത്തിൽ വിവാഹം കഴിക്കാതെ ജീവിച്ച അടൂർ ഭാസിയെക്കുറിച്ച്, അല്ലെങ്കിൽ മരിച്ചു പോയിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അടൂർ ഭാസിയെക്കുറിച്ച് അങ്ങനെ പറയരുതായിരുന്നു രാജൻ ജോസഫ് എന്ന് ഞാൻ പറയും. KPAC ലളിത പറഞ്ഞത് വെള്ളം അടിച്ചിട്ട് വന്ന് നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും അത് ബോധമില്ലാതെ, രാജനെ പോലെ തന്നെ രാജ വെള്ളം അടിച്ചിട്ട് ബോധമില്ലാതെയാണ് പറഞ്ഞത്. കാരണം ആ സമയത്ത് തോപ്പിൽ ഭാസിയുടെ വീട്ടിലായിരുന്നു KPAC ലളിതയുടെ സ്ഥാനം. അവിടെ ഒന്നും കയറി അടൂർ ഭാസിയൊന്നും പറയില്ല. കാരണം മറുവശത്ത് നിൽക്കുന്നത് തോപ്പിൽ ഭാസിയാണ്. പക്ഷേ രാജൻ പറയുന്നു, അത് പറയും, അതാണ് പ്രശ്നം. അടുത്ത രാജൻ പറയുന്നത് സുകുമാരി ചേച്ചിയെക്കുറിച്ചാണ്. ഇവരെ പറ്റിയൊക്കെ അറിയുന്നത് ചലച്ചിത്ര മേഖലയിലെ ചിലരോട് മദ്യപാന സദസ്സിൽ ഇരിക്കുമ്പോഴാണ് എന്നുള്ള കാര്യം രാജൻ ഒളിച്ചു വയ്ക്കുന്നേ ഇല്ല. പക്ഷേ മരിച്ചു പോയവരെ അങ്ങ് വിടാമായിരുന്നു രാജ. ആ മദ്യപാന സദസ്സിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ പലരും പറയും. ഇപ്പോഴിങ്ങനെ ആരും പറയില്ല. ഇപ്പോൾ അനങ്ങിയാൽ റെക്കോർഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ട് പുലുവാലാക്കുമെന്ന് അറിയാം. സ്പൈ ക്യാമറകൾ വന്നു. മനുഷ്യനെ വിശ്വസിച്ചിരുന്ന കാലത്ത് 2 എണ്ണം അടിച്ചു കഴിയുമ്പോൾ ഈ മേഖലയിൽ ഉള്ളവർ പറയും, അന്തരിച്ചു പോയ ഒരു ഗാനരചയിതാവ് ഇത്തരം കഥകൾ രാജൻ ജോസഫിനോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചെറുപ്പകാലത്ത് സുകുമാരിയമ്മ ഇതിനെല്ലാം റെഡിയായി നിന്നിരുന്നു. ആയ കാലത്ത് പ്രായമായി കഴിഞ്ഞപ്പോൾ ഇതുപോലെ രംഗത്ത് വരുന്ന പുതിയ പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്തിരുന്നു. ഞങ്ങൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വളർന്നത്. അതിൽ കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് സുകുമാരി ചേച്ചി പറയുമായിരുന്നു.
മോളെ 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 എന്ന് മധുരം പുരട്ടിയ വാക്കിലൂടെ ഇവർ മെല്ലെ ട്യൂൺ ചെയ്ത് ഏർപ്പാടാക്കി കൊടുക്കുന്ന പണിയൊക്കെ സുകുമാരിയമ്മ ചെയ്തിട്ടുണ്ട്. പോട്ടെ, മരിച്ചുപോയി എന്ന് അവസാനം രാജൻ പറയുന്നു. രാജൻ്റെ ഏത് നടി എന്നെ സുകുമാരി ചേച്ചി ഇന്ന ആൾക്ക്, നടനാവട്ടെ, സംവിധായകനാവട്ടെ, തിരക്കഥാകർത്താവട്ടെ, നിർമ്മാതാവട്ടെ, ആർക്ക് എന്നെ കൂട്ടിക്കൊടുത്തു എന്നൊരു നടി സുകുമാരി ചേച്ചിയെപ്പറ്റി രാജനോട് പറഞ്ഞു എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ രാജൻ കാണിക്കണം. മദ്യപാന സദസ്സിൽ വെള്ളമടിച്ച് കോണ് തിരിഞ്ഞ് രാജനെ പോലെ ഇരുന്ന് ചക്കയ്ക്ക് ചുക്കെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പൊട്ടൻ പറയുന്ന കേട്ടിട്ട് രാജൻ ഈ മരിച്ചുപോയ അടർവാസിയെക്കുറിച്ചായാലും തെക്കുറിശിയെക്കുറിച്ചായാലും സുകുമാരി ചേച്ചിയെക്കുറിച്ചായാലും പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് ഞാൻ പറയും. അകാലത്തിൽ മരിച്ചുപോയ മോണിഷയുടെ വളർച്ചയ്ക്കായി അവരുടെ അമ്മ MDക്ക് വഴങ്ങിക്കൊടുത്തതായി പലരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അവർ ജീവിച്ചിരിക്കുകയാണ് ബാംഗ്ലൂരിൽ. അടിക്കത്തുടിക്ക് ഒരു പെൺകുട്ടി മരിച്ചു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞും അവർ ജീവിക്കുന്നു, ജീവച്ഛവം പോലെ. അവരെപ്പറ്റി പറയുന്നതാണ്. അല്ലെങ്കിൽ 90 വയസ്സ് കഴിഞ്ഞ് MT സാറിനെ കുറിച്ച് രാജൻ ജോസഫ് എന്ന് പറഞ്ഞ മഹാൻ പത്രപ്രവർത്തകൻ പറയുന്ന വാചകമാണിത്. അന്ന് കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല, ഇന്ന് കഴിവുള്ളവരെ തേടി വരും അവസരങ്ങൾ എന്നാണ് രാജൻ പറയുന്നത്. ഇന്ന് ഡിമാൻഡ് ചെയ്യാം. കഴിവുള്ളവരാണെങ്കിൽ ഇത്ര ലക്ഷം വേണം, ഇത്ര കോടി വേണമെന്ന് ഡിമാൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. മലയാളത്തിലെ ഏത് നടിക്ക് കോടികൾ കിട്ടും രാജ? എനിക്കറിയില്ല രാജൻ എന്തൊക്കെ എവിടുന്ന് കിട്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ വിനായകൻ, മഞ്ജു വാര്യർ, നയൻതാര ഇവരൊക്കെ ഡിമാൻഡ് ചെയ്യുന്നവരാണ്, വലിയ വലിയ പടങ്ങൾ ചെയ്യുന്നവരാണെന്നാണ് രാജൻ പറയുന്നത്. രജനീകാന്തിൻ്റെയും അമിതാഭ് ബച്ചൻ്റെയും കൂടെ വിനായകൻ അഭിനയിക്കുന്നു. ജേർണലിസം പഠിച്ചിട്ട് മനോരമയിലും മാതൃഭൂമിയിലും സബ് എഡിറ്ററാകാൻ അലയണമായിരുന്നു ഒരു കാലത്ത്. ഇന്ന് ജേർണലിസം പോലും വേണ്ട, കഴിവുണ്ടായിരുന്നാൽ മതി എന്നാണ് രാജൻ പറയുന്നത്. 2017 ഹേമ കമ്മീഷൻ വന്നു. WCC സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി. അമ്മയും അച്ഛനുമൊക്കെ ഉപകാരം ഇല്ലാത്തവരായതിനാൽ ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്നവരാണ് WCC. ഒരുപാട് മൊഴികൾ വന്നു ഹേമ കമ്മീഷൻ്റെ മുന്നിൽ. മധ്യവയസ്കൻ, പെൺകുട്ടികൾ, സ്ത്രീകൾ എല്ലാം, മധ്യവയസ്കർ അടക്കം എല്ലാവരും മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത്. ഒന്നിനും രേഖയില്ല എങ്കിലും എല്ലാ രഹസ്യങ്ങളും ഇന്ന് പുറത്തു വരും. രേഖയില്ലാതെ രഹസ്യങ്ങൾ പുറത്തു വന്ന് അല്ലെങ്കിൽ ഗോസിപ്പുകൾ പറഞ്ഞിട്ട് എന്ത് വാലിഡിറ്റി ഉണ്ട് രാജൻ ജോസഫേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സെറ്റിൽ ശുചിമുറിയില്ല, അതായത് മൂത്രമൊഴിക്കാൻ സെറ്റിൽ സൗകര്യമില്ല എന്നാണ് പറഞ്ഞത്. ഏത് ദ്രോഹിയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് സീരിയൽ ചെയ്തതാണ്. ഇപ്പോൾ വലയം എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സീരിയൽ 300 എപ്പിസോഡ് പോയ സീരിയലാണ്. അപ്പോൾ ആ 300 ദിവസം എൻ്റെ വലയം എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിച്ച മല്ലിയ ചേച്ചി മുതൽ ഏതെങ്കിലും ഒരു നടി, മായമൗഷിമിയോ മീനാക്ഷിയോ ആരോ ആവട്ടെ, ശ്രീജയോ ആരോ ആവട്ടെ, ആരെങ്കിലും ഒരാൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, 300 ദിവസത്തിനിടയിൽ ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാനുള്ള അല്ലെങ്കിൽ ഡ്രസ്സ് മാറാനുള്ള ഒരു റൂം കിട്ടിയില്ല എന്ന് പറയട്ടെ. ഇല്ലെങ്കിൽ ഞാൻ പാലയിലെ ഒരുപാട് ഗ്രാമങ്ങളിൽ പോയാണ് ബംഗ്ലാവിൽ അവത ഷൂട്ട് ചെയ്തത് എൻ്റെ സിനിമ. ആ സിനിമ സെറ്റിൽ വൃത്തിയായിട്ട് ഉള്ള ഒരു ടോയ്ലറ്റ് കിട്ടാതെ പോയ അനുഭവം എനിക്കുണ്ടെന്ന് അതിൽ വേണമെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ കുളപ്പള്ളി ലീലയോ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാവനയോ പറയട്ടെ. ഇത് വെറുതെ പറഞ്ഞു പരത്തുന്നതാണ് എന്നാണ് എനിക്ക്, അല്ലെങ്കിൽ കാരവാനിന് വേണ്ടി വഴക്ക് കൂടുന്നതായിരിക്കും. കാരവാൻ കിട്ടാൻ വേണ്ടി ഈ കൊച്ചു വേഷങ്ങൾ ചെയ്യുന്നവർ പറയുന്ന കള്ളത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ അതൊന്നും നമ്മുടെ രാജൻ ജോസഫ് കാണാപ്പാടം പഠിച്ച് പറയും പോലെ ഒന്നും പുള്ളിക്ക് അറിയില്ലല്ലോ. സിനിമ സെറ്റ് എന്താണെന്ന് അറിയില്ലല്ലോ. അലക്കുകയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒന്നിനും രേഖയില്ല എങ്കിലും എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുമെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. സൂപ്പർ താരങ്ങൾക്ക് കാരവാനുണ്ട്, ഡ്രസ്സ് മാറാൻ ഇടമില്ല, ലൈംഗിക ചുമയിൽ സംസാരിക്കുന്നു. ഇതാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. ഞാൻ പറയുന്നത് രഥനിർവേദം എന്ന് പറഞ്ഞ പടത്തിൽ, അതും നമ്മുടെ ഏതൊരു എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പടത്തിൽ ജയഭാരതി ട്രാൻസ്പെറൻ്റായ ഒരു നൈറ്റ് പോലുള്ളൊരു സാധനം ഇട്ട് വന്നപ്പോൾ ക്യാമറമാനായ രാമേന്ദ്രബാബു ലൈറ്റപ്പ് ചെയ്ത ശേഷം പറഞ്ഞു, അയ്യോ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, എല്ലാം എക്സ്പോസ് ആവുന്നു, എന്തെങ്കിലും ഒരു അണ്ടർസ്കർട്ട് അകത്ത് ഇടണം എന്ന് പറഞ്ഞ് അവർ ആ തേയിലത്തോട്ടത്തിൽ അവരുടെ അസിസ്റ്റൻറ്റ്, മേക്കപ്പ് അസിസ്റ്റൻറ്റും അവരുടെ ഹെയർ ഡ്രസ്സറോ ആരോ 2 പേര് പിടിച്ചു കൊടുത്ത ഒരു മുണ്ടിൻ്റെ മറയിൽ നിന്ന് ഡ്രസ്സ് മാറിയ നടി ജീവിച്ച നാടാണ് കേരളം. അതാണ് എനിക്ക് ജയഭാരതിയെ പോലുള്ളവരോട് ബഹുമാനമുള്ളത്. ഞാൻ അമ്മയ്ക്കൊരു താരാട്ടാണല്ലോ അവസാനമായിട്ട് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തത്. അത് ശാരദമ്മയായിരുന്നു നായിക. പക്ഷെ അന്ന് WCC അല്ല, ഈ പറയുന്ന ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും വെച്ച് ശാരദാമ്മയെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, ശാരദാമ്മ, ഞാൻ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന സ്ത്രീയാണ്, എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്ന കേൾക്കണം, ഒരു മോളേന്ന് അവർ വിളിക്കുന്ന 100% ആത്മാർത്ഥത. ഞാൻ പക്ഷേ ശാരദാമ്മ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാൻ ചോദിക്കും, ശാരദാമ്മ 40 വർഷത്തിലധികം മലയാള സിനിമയിൽ അഭിനയിച്ചിട്ട്, ഇണപ്രാവുള്ളു മുതൽ അമ്മയ്ക്കൊരു താരാട്ട് വരെയുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ട് നിങ്ങൾക്ക് ഭംഗിയായി മൂത്രമൊഴിക്കാൻ പറ്റാത്ത
ഏതൊക്കെ പടത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്തതെന്ന് ഞാൻ ചോദിക്കും. ഹേമയും ആ പറയുന്ന KB വത്സലകുമാരിയും സിനിമ എന്തെന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ട് അവർ രണ്ടുപേരും സമ്മതിച്ചാൽ പോലും ശാരദാമ്മ എതിർക്കണമായിരുന്നു. ഇങ്ങനത്തെ വർത്തമാനം പറയരുതേ സിനിമയെക്കുറിച്ച്, നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ സൗകര്യമില്ല, നിങ്ങൾക്ക് ഡ്രസ്സ് മാറാൻ ഇടമില്ല എന്ന് മേലെ പറയരുതെന്ന് വാണിംഗ് കൊടുക്കേണ്ട ആളാണ് ശാരദാമ്മ. പക്ഷെ അവർ പോലും ഇതിൽ ഒപ്പിട്ട് കൊടുത്തു എന്നറിയുമ്പോൾ എനിക്ക് എന്താ പറയുക, വലിയ പ്രയാസം തോന്നുന്നു. ലൈംഗിക ചൊവ്വയിൽ സംസാരിക്കുന്നു എന്ന് പറയുന്നു. എടാ, ലൈംഗിക ചൊവ്വയിലൊക്കെ ഒരു പ്രാവശ്യമേ സംസാരിക്കുള്ളൂ. രണ്ടാമത് ലൈംഗിക ചൊവ്വയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഷാർപ്പായിട്ടൊരു നോട്ടം നോക്കിയാൽ ഏത് കൊലകൊമ്പനായാലും മൂത്രം മുള്ളും. പക്ഷേ അതിന് ആ പെണ്ണിന് ചങ്കൂറ്റം വേണം. ഒരു ദ്വയാർത്ഥ പ്രയോഗമുള്ള ദ്വയാർത്ഥമുള്ള ഒരു അല്ലെങ്കിൽ അശ്ലീല ചുവയുള്ള ഒരു വാക്ക് പറഞ്ഞാൽ ഒന്നിങ്ങനെ നോക്കിയാൽ മതിയെന്നേ, അവൻ മുള്ളും. പക്ഷെ നോക്കാൻ പഠിക്കണം പെണ്ണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ആദ്യ ആവശ്യം. അതുപോലെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാൽ കൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ ക്യാമറയുടെ മുന്നിലായതുകൊണ്ട് ആ ചീത്ത പറയുന്നില്ല, വിളിച്ചിട്ട് പറയണടാ, നീ പറയുന്നതിൻ്റെ ഇരട്ടി മനോഹരമായി ഞാൻ അഭിനയിക്കാം, എനിക്കതിനുള്ള കഴിവുണ്ട്, നീ എനിക്ക് ഞാൻ ചോദിക്കുന്ന പ്രതിഫലമല്ല, നീ ഇഷ്ടമുള്ള പ്രതിഫലം തന്നാൽ മതി, പക്ഷേ കൂടെ കിടക്കാനുണ്ടല്ലോ, നിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോണ്ട് വാ എന്ന് പറയാനുള്ള ഒരു ആർജവം എന്ന് പെണ്ണിനുണ്ടാവുമോ അന്നേ അവൾ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ ഹേമ കമ്മിറ്റി അല്ല ഇനി എന്ത് കുന്തം ഉണ്ടായാലും ഒരു രക്ഷയും ഉണ്ടാവില്ല എന്ന് ഞാൻ പറയും. അങ്ങനെ ആർജവമുള്ളവരുണ്ടെന്നേ, ആർജവമുള്ളവരുണ്ട്, ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വിവരം അറിയും. നല്ല പെണ്ണിനോട് കയറി തരുമോയെന്ന് ചോദിച്ചാൽ ചെപ്പാക്കുറ്റി അടക്കി അടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചെരുപ്പൂരി അടിക്കും, അല്ലെങ്കിൽ ചെരുപ്പൂരിയിട്ട് അടിച്ചാൽ മാത്രം പോരാ, ഇവനെയൊക്കെ ഇങ്ങനെ തുപ്പിയിട്ട് അടിക്കണം. അടിച്ച പെണ്ണുങ്ങളുണ്ടെന്നേ, അടിച്ച പെണ്ണുങ്ങളുണ്ട്. അതിന് പകരം വലിയ വാചകങ്ങളൊക്കെ TV യിലൊക്കെ വന്നിരുന്ന് ചർച്ചയിലൊക്കെ വന്നിരുന്ന് വലിയ കോണത്തിലെ വർത്തമാനം പറയുന്നവരൊന്നുമല്ല. ആർജവമുള്ള പെമ്പിള്ളേരുണ്ടായിരുന്ന നാട് തന്നെയാണ്. ഇപ്പോഴും നല്ല പെമ്പിള്ളേരുണ്ട്, നല്ല ധൈര്യമുള്ള പെമ്പിള്ളേരുണ്ട്. രാജൻ ജോസഫിനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയും. 2019 ഡിസംബർ 31 ഹേമ റിപ്പോർട്ട് സമർപ്പിച്ചത്. 5 വർഷം പൂട്ടി വെച്ചു എന്നാണ് പറഞ്ഞത്. എൻ്റെ പൊന്നു രാജ, വീട്ടിൽ കൊച്ചു പുസ്തകം വെച്ച് രഹസ്യമായിട്ടിരുന്ന് വായിക്കുമ്പോഴല്ല സർക്കാരിൻ്റേതായ ചില ഉത്തരവാദിത്തങ്ങളുണ്ടെന്നേ. അത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എടുത്ത് പിറ്റേ ദിവസം എടുത്ത് രാവിലെ എടുത്തങ്ങ് വിളമ്പാനൊന്നും കൊടുക്കാൻ പറ്റില്ല. ഓടിയാൽ മുഴുക്കില്ല മുഖ്യമന്ത്രി അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി. അവർക്ക് അവരുടേതായ ചട്ടക്കൂടുകളുണ്ട്. അതിനകത്ത് നിന്ന് പഠിച്ച് എന്തെല്ലാം നിയമവശങ്ങൾ നോക്കണോ അതെല്ലാം നോക്കി അതിലെന്തെല്ലാം ഒഴിവാക്കണമെന്ന് അന്വേഷിച്ച് ഇതിൻ്റെ എന്താ പറയുക നിയമസാധുത തേടി ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ സർക്കാരിന്. രാജനും എനിക്കൊന്നും ഒരു പ്രശ്നമില്ല രാജ. എറണാകുളത്ത് എവിടെയെങ്കിലും ഇറങ്ങി ഒരു കമ്പി പുസ്തകം വാങ്ങിച്ച് റൂമിൽ ചെന്ന് കിടന്ന് വായിച്ചാൽ മതി, നമുക്ക് പേടിക്കാനില്ല. പക്ഷേ സർക്കാരിന് അത് പറ്റില്ല രാജ. ഇത് കൊച്ചു പുസ്തകമല്ല എന്ന് നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ പമ്മൻ്റെ നോവലല്ല, രാജൻ്റെ ഭാഷയാണ്. ഏത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊച്ചു പുസ്തകമല്ല, പമ്മൻ്റെ നോവലല്ല, പാർട്ടി സഖാക്കൾക്ക് വായിച്ച് രസിക്കാനുള്ള സാധനമല്ല എന്നും രാജൻ പറയുന്നു. രാജൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, രാജൻ മലപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമില്ലായിരുന്നു, എവിടെയൊക്കെയോ രാജൻ SFIയുടെയും DIFIയുടെയൊക്കെ യൂണിറ്റ് ഉണ്ടാക്കി എന്ന് പറയുന്നു രാജൻ. പക്ഷേ ഇന്ന് രാജൻ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ മൈക്കാണ്. അതുകൊണ്ടാണ് ഈ മമ്മൂട്ടി സിദ്ദിഖിനെയൊക്കെ ചീത്ത വിളിക്കുന്നത്. ഇനിയിപ്പോൾ രാജ അല്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്നേ പറയുള്ളൂ. രാജൻ്റെ നിങ്ങളല്ലെങ്കിൽ എടുത്ത് നോക്കൂ, രാജൻ്റെ പ്രോഗ്രാമുകൾ എടുത്ത് നോക്കൂ, അദ്ദേഹം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പിണിയാളാണിപ്പോൾ. പക്ഷെ പറയുന്നത് എന്താണെന്നറിയോ, ഞാനും ജോയി മാത്യുവും മറുനാടൻ സാജനും ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോഴും എന്നാണ് പറയാറ്. ഞാനത് കൂടുതൽ പറഞ്ഞാൽ രാഷ്ട്രീയമായി പോകുന്നത് പറയുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പാർട്ടി സഖാക്കൾക്ക് വായിച്ച് പഠിക്കാനുള്ള സാധനമല്ല എന്നാണ് രാജൻ പറയുന്നത്. ഒരു സർക്കാരിന് കിട്ടുന്ന ഒരു റിപ്പോർട്ട്, ഒരു ജസ്റ്റിസ് നൽകുന്ന റിപ്പോർട്ട് പാർട്ടി സഖാക്കൾക്ക് എങ്ങനെ വായിക്കാൻ കിട്ടും രാജ? പ്രാസം ഒപ്പിച്ച് വാചകം അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. യഥാർത്ഥ മുഖങ്ങൾ ജനത്തിനറിയണം, പൊതുജനത്തിനറിയണം. വിവരാവകാശ കമ്മീഷനിൽ പരാതി ചെന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ കമ്മീഷനും പറഞ്ഞു. ഒരു സജിമോൻ പാറയിൽ പരാതിയുമായി പോയി. അവൻ നിർമ്മാതാവാണത്രേ. ഏത് പടം ചെയ്തു എനിക്കറിയില്ല. രാജൻ അറിയണം എന്തിനാന്നേ? ഞാൻ സജിമോൻ പാറയ്ക്കലെന്ന് വെച്ചോ, ഞാൻ ഏത് പടം ചെയ്തു എന്ന് രാജനാരാ? രാജനൊരു സിനിമാക്കാരനല്ല, രാജനൊരു MLA അല്ല, MP അല്ല, പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ല, വാർഡ് കൗൺസിലർ പോലും അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡിൻ്റെ ചെയർമാനോ അങ്ങനെ വല്ലതും ആണോ? സാംസ്കാരിക വകുപ്പ് ചെയർമാനോ വല്ലതും ആണോ നിങ്ങൾക്ക് സജിമോൻ പാറയിൽ ആരെന്നറിയേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താ? സർക്കാർ അറിഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ പോലീസിന് അറിഞ്ഞാൽ പോരെ? സർക്കാരിന് അറിഞ്ഞാൽ മതി ഈ സജിമോൻ പാറയിൽ ആര്, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയണ്ടേ സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഞങ്ങൾക്കില്ല, വ്യാജമാണെന്ന്. അത് രാജനെ അറിയിക്കേണ്ട കാര്യം എന്ത് രാജൻ അറിയില്ല എന്നാണ് രാജൻ പറയുന്നത്. ചലച്ചിത്ര മേഖലയിലെ കോഴികൾ എല്ലാം കൂടി ഒന്നിച്ച് ബിനാമിയായി സജിമോനെ കൊണ്ട് കേസ് കൊടുത്തതാണെന്ന് എന്നാണ് രാജൻ പറയുന്നത്. രാജൻ്റെ തെളിവുണ്ടെങ്കിൽ പുറത്തു വിട്.
സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞ ആളിനെ ഹേമ കമ്മീഷൻ പുറത്തുവിടാതിരിക്കാൻ, റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ സിനിമയിലുള്ള കോഴികളെല്ലാം കൂടി ചേർന്ന്, കോഴികൾ ആരൊക്കെയെന്ന് പുള്ളി പറയുന്നില്ല, അതാണ് പ്രശ്നം. എല്ലാ കോഴികളെന്ന് വെച്ചോ, മലയാള സിനിമയിലുള്ള ഞാനടക്കമുള്ള എല്ലാവരും കോഴിയാണെന്ന് വെച്ചോ, രാജാ എല്ലാവരും ചേർത്ത് പറയരുതേ രാജാ. രാജൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്കറിയില്ല, പക്ഷെ രാജൻ ഏറ്റവും ചുരുങ്ങിയത് ദിനേശിനെങ്കിലും അതിൽ നിന്ന് മാറ്റി നിർത്തണം. കാരണം 38 വർഷം കഴിഞ്ഞു ഞാൻ സിനിമ വന്നിട്ട്. ഞാൻ ചെയ്ത പുറപ്പാടടക്കമുള്ള സിനിമകളിൽ എത്ര പെൺകുട്ടികളുണ്ടായിരുന്നറിയോ? അമ്മയായിട്ടും ചേച്ചിയായിട്ടും മോളായിട്ടും അനിയത്തിയായിട്ടും ഒക്കെ ദിനേശ് കണ്ടിട്ടുള്ളൂ. കണ്ണുകൊണ്ട് പോലും ദിനേശനൊരു ലൈംഗിക ചെവികളൊരു നോട്ടം പോലും നോക്കിയിട്ടില്ല. ചിലപ്പോൾ രാജൻ മനസ്സ് വിചാരിക്കുന്നത് നീ ഷണ്ടനായിരിക്കുമെന്നായിരിക്കും. ഷണ്ടനല്ല എന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. എനിക്ക് MBA-കാരനായ ഒരു മകനുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഷണ്ടനല്ല രാജ. പക്ഷേ രാജൻ ഈ മലയാള സിനിമയെ മൊത്തം അടച്ചാക്ഷേപിച്ച് കോഴികളാണെന്ന് പറയുന്ന ഭാഷ ഇനിയെങ്കിലും നിർത്തണം. കുറച്ച് പേരെങ്കിലും ഉണ്ട് രാജ നല്ലവർ. നിങ്ങളുടെ കൂടെ നടക്കുന്ന ജോയ് മാത്യു കോഴിയാണോ? നിങ്ങളുടെ വലങ്കൈയാണല്ലോ, മനസാക്ഷിയാണല്ലോ ജോയ് മാത്യു. അയാൾ കോഴിയാണോ? എങ്കിൽ അത് പറ. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ ഏതൊക്കെ എംബോക്കുകൾ വെള്ളം അടിച്ചുകൊണ്ടിരുന്നവൻ പറഞ്ഞില്ലേ, സിനിമയിലെ കമ്പിക്കഥകൾ പറഞ്ഞു തന്നവന്മാരിൽ കോഴികളുണ്ടോ? അത് മുഴുവൻ കോഴിയായിരിക്കും, അത് സത്യം. എന്തായാലും ചലച്ചിത്ര മേഖലയിലെ കോഴികൾ എല്ലാം കൂടി ഒന്നിച്ച് ബിനാമിയായി സജിമോനെ കൊണ്ട് കേസ് കൊടുത്തതാണ് എന്നാണ് രാജൻ പറയുന്നത്. സ്വകാര്യതയുടെ ലംഘനമാണെന്നാണ് സജിമോൻ കൊടുത്ത പരാതി. എന്ത് സ്വകാര്യ ലംഘനം എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ രഞ്ജിനി കൊടുത്തത് എന്താ? ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്ത ആളാണ് ചിത്രം എന്ന് പറഞ്ഞ പടത്തിൽ മോഹൻലാലിൻ്റെ നായികയായിരുന്ന രഞ്ജിനി. അവർ മൊഴി കൊടുത്തത് ഞാൻ കൊടുത്ത മൊഴികൾ തന്നെയാണോ നിങ്ങൾ ആ റിപ്പോർട്ടിൽ പകർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞാണ് അവർ ഇത് കേസ് കൊടുത്തത്. അല്ലാതെ ഇത് റിപ്പോർട്ട് പുറത്തു വിടരുതെന്ന് അവരും പറഞ്ഞിട്ടില്ല. പക്ഷേ സ്വകാര്യതയുടെ ലംഘനമാണ്. അപ്പം ഞാൻ പറഞ്ഞതല്ലാതെ വേറെ വല്ലതൊക്കെ എഴുതി വെച്ചാൽ എൻ്റെ സ്വകാര്യതയുടെ ലംഘനമല്ലേ നിങ്ങൾ നടത്തുന്നത് എന്നാണ് എഴുതി വെച്ചതെന്ന് രാജന് മനസ്സിലാവുന്നില്ല. മൊഴി കൊടുത്തവരുടെ പേര് പുറത്തു വിടണ്ട, അവർ പറഞ്ഞ പേരുകൾ പുറത്തു വിടുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. കുഴപ്പമുണ്ട് രാജ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് രാജ. അതായത് സിനിമയ്ക്ക് വേണ്ടാത്ത, അല്ലെങ്കിൽ മലയാള സിനിമയിൽ എന്തെല്ലാം തരികിട പരിപാടികൾ ചെയ്യാമോ അങ്ങനെയുള്ള ഏറെക്കുറെ എല്ലാവരും ആ തരികിടകളെല്ലാം കൊണ്ടൊന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ മൊഴി കൊടുത്തവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയേ, നല്ല രസമുള്ള പേരുകളല്ല. വെറുതെ പറഞ്ഞിട്ടില്ലേ ഹൈദരാബാദിൽ നിന്ന് ഞാൻ പറന്നു വന്നാണ് 4ാമത് മൊഴി കൊടുത്തതെന്ന്. മലയാള സിനിമയിൽ എന്തെല്ലാം തെമ്മാടിത്തരം കാണിക്കാമോ അതൊക്കെ കാണിച്ചിട്ടുള്ള, സദാചാരത്തിൻ്റെ ഒരു അർത്ഥം പോലും അറിഞ്ഞിടാത്ത ഒരുത്തൻ ഹൈദരാബാദിൽ നിന്ന് 4ാമത്തെ തവണ ഞാൻ ഫ്ലൈറ്റിൽ വന്ന് ഹേമയ്ക്ക് മൊഴി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഹേമ ഭാര്യയാണെന്ന് തോന്നുന്നു. ആ മൊഴി വാങ്ങിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ മൊഴിയിൽ തന്നിരിക്കുന്ന പരാതികളിൽ പറയുന്ന പേരുകാരെ വിളിച്ച് ഹേമ സംസാരിക്കട്ടെ. ഹേമ കമ്മിറ്റി ചെയ്ത ഏറ്റവും വലിയ മംഗത്തരം അതാണ്. ഇപ്പം ഞാൻ വന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത കുറേ പേര് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണോ എന്നറിയാൻ ഞാൻ പറഞ്ഞ പേരുകാരെ വിളിച്ച് ചോദിക്കണ്ടേ ഹേമ? ഈ കമ്മിറ്റി ചോദിക്കണ്ടേ? ശാരദാമ്മ വിളിക്കണ്ടേ? KB വത്സലകുമാരി വിളിക്കണ്ടേ? ഇതിൽ പറഞ്ഞിരിക്കുന്ന ഹൈദരാബാദുകാരൻ കൊടുത്തിരിക്കുന്ന ഒരു പരാതി യൂട്യൂബ് ചാനലുകളിലൂടെ സിനിമാക്കാരെ വഷളത്തരം പറയുന്ന ശാന്തിയുള്ള ദിനേശ് എന്ന് തന്നു വെച്ചോ. എന്നെ വിളിച്ച് ചോദിക്കണ്ടേ, മിസ്റ്റർ ദിനേശ് നിങ്ങളങ്ങനെ യൂട്യൂബിൽ പരാതി പറയാറുണ്ടോ എന്ന് കേൾക്കുമ്പോഴല്ലേ ഞാൻ മറ്റേ ആളിനെ പറ്റി പറയുള്ളൂ. അയ്യോ എൻ്റെ പൊന്നു മാഡം, ഈ വന്ന് നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ചെയ്തിരിക്കുന്ന ആളെ ജീവിതകാലത്തിൽ മുഴുവൻ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ചിട്ട് പോലും അവസാന കാലഘട്ടത്തിൽ ഈ പറയുന്ന മഹാൻ്റെ പിടിയിൽപ്പെടുകയും അയാൾ വഴിവിട്ട കാര്യങ്ങളൊക്കെ അയാളെ കൊണ്ട് ചെയ്യിച്ച ആളാണെന്ന് എനിക്ക് പറയാനുള്ള അവസരം കിട്ടണ്ടേ? നിങ്ങളത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്ത പടത്തിൽ അവർക്കൊരു വേഷം പറഞ്ഞിരുന്നു, പക്ഷെ കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വേഷം ചെറുതായി പോയതിൻ്റെ ചുരുക്കമാണ് അവരെന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞെന്ന് പറയാനുള്ള അവസരം തരണ്ടേ? അത് കൊടുക്കാതെ രാജൻ പറയുന്നത് മൊഴി കൊടുത്തവരുടെ പേര് പുറത്ത് വിടണ്ട, അവർ പറഞ്ഞ പേരുകൾ പുറത്തു വിടുന്നതിൽ എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. വേട്ടക്കാരൻ്റെ പേര് പുറത്തു വരട്ടെ, വിധി വരുമ്പോൾ നിരപരാധിയാണെങ്കിൽ വെറുതെ വിട്ടോളൂ എന്നാണ് രാജൻ പറയുന്നത്. അതായത് വേട്ടക്കാരനെന്ന് പറയുന്നത് ഈ മൊഴി കൊടുത്തിരിക്കുന്നവർ പറയുന്ന പേരുകളെല്ലാം വേട്ടക്കാരന്മാരാണ്. അത് കൊടുത്ത ശേഷം നിങ്ങൾ പരസ്യപ്പെടുത്തി എല്ലാവരും അറിഞ്ഞ ശേഷം 1 വർഷം കഴിഞ്ഞ് ഇത് അന്വേഷിച്ചപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന മൊഴി തെറ്റാണെന്ന് തോന്നിയാൽ അന്ന് പിൻവലിച്ചോളാം. നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ ആ 1 വർഷം എന്നെപ്പറ്റി എന്ന് വെച്ചോളൂ, എന്നെപ്പറ്റി മോശമായിട്ട് പറഞ്ഞതിൻ്റെ പ്രതിഫലം ആര് തരും? എൻ്റെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യുന്ന ഉത്തരങ്ങളല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് തിരിച്ചു തരുമോ രാജ? എനിക്കറിയില്ല. വേട്ടക്കാരൻ്റെ സ്വകാര്യത സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാർക്കുമില്ല. രാജനില്ലായിരിക്കും, പക്ഷെ സർക്കാരിനുണ്ട്. ആദ്യം വേട്ടക്കാരൻ ആരെന്ന് നിശ്ചയിക്കണം. ഇവിടെ പലരും വേട്ടക്കാരനെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വേട്ടക്കാരനല്ല. ആദ്യം വേട്ടക്കാരനെ നിശ്ചയിക്കുന്നത് ഇതുപോലുള്ള
കമ്മീഷനുകളോ കമ്മിറ്റികളോ അല്ലെങ്കിൽ കോടതിയൊക്കെ നിശ്ചയിച്ച ശേഷമല്ലേ രാജ ഇയാൾ വേട്ടക്കാരനാണ് എന്ന് തീരുമാനിക്കാൻ പറ്റൂ. അല്ലാതെ രാജനും ഞാനും കൂടെ തീരുമാനിച്ചാൽ ശരിയാവുമോ? കൈരളി TV ചെയർമാനായ മമ്മൂട്ടിക്ക് സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയും. അണ്ടർലൈനിട്ട് കേട്ടോളൂ. കൈരളി TV ചെയർമാനായതുകൊണ്ട് മമ്മൂട്ടിക്ക് സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയും. CPM സർക്കാരിനോട് സമ്മർദ്ദം ചെലുത്താൻ ശേഷിയുള്ള ആളാണ് മമ്മൂട്ടി. കുറച്ചൊക്കെ ഭീതി ഉള്ളിൽ ഉണ്ടാകുമല്ലോ. മമ്മൂട്ടിക്ക് ഭീതി ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതായത് ഈ കൊടുത്തിരിക്കുന്ന മൊഴികളിൽ മമ്മൂട്ടി ഒരു ആഭാസനാണെന്ന് ആരൊക്കെ മൊഴി കൊടുത്തെന്നാണ് രാജൻ പറയുന്നത്. എവിടെ നിന്ന് കിട്ടി രാജ ഇത് പുറത്തു വിടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ തെളിവ്? നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു സമുദായത്തിൽ മമ്മൂട്ടി പിറന്നുപോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ ചെറ്റത്തരല്ലേ രാജ? ഇങ്ങനെ പറയാമോ? മമ്മൂട്ടിക്ക് ഭീതി ഉണ്ടാവുമെന്ന്. എൻ്റെ പേരുണ്ടോ, ഞാൻ മറ്റേ നടിയുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എൻ്റെ പേരുണ്ടോ എന്ന് കാണുക. മമ്മൂട്ടിയെങ്കിലും ഒഴിവാക്കണ്ടേ രാജ? നിങ്ങൾ എത്ര ക്രൂരമായ മനസ്സെന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ രണ്ടാമതുള്ള 2 പേര് ഗണേശകുമാരനും, മന്ത്രി KB ഗണേഷ് കുമാറിനെ വിളിക്കുകയാണ്, ഗണേശകുമാരനും മുകേഷ് MLA. ഇവർ 2 പേരും അതിലുള്ളതുകൊണ്ടും പിണറായിയെ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ഗണേശൻ പലവട്ടം MLA ആയി, മുൻപ് പലതവണ മന്ത്രിയുമായിരുന്നു. ഇവർ സ്വാധീനിക്കും, എല്ലാം പുറത്തു വിടണം. ഇവർ സ്വാധീനിച്ചാലും പുറത്തു വിടണമെന്നാണ് രാജൻ പറയുന്നത്. ഇവർ ആരെയാണ് പേടിക്കുന്നത്? സംശുദ്ധരായ ആൾക്കാരല്ലേ. അമ്മ സ്വാഗതം ചെയ്യണം. പാതിരാത്രി സൂര്യൻ ഉദിക്കട്ടെ. തിരക്കഥയിലില്ലെങ്കിലും അടുത്തതാണ് രസം. ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് യാതൊരു ബന്ധമില്ലാത്ത അടുത്തൊരാളിനെ പറ്റിയാണ് പറയണേ. തിരക്കഥയിൽ ഇല്ലെങ്കിലും കമൽഹാസൻ ലിപ് ലോക്ക് എഴുതി ചേർക്കും. അതായത് തിരക്കഥാകൃത്ത് എഴുതി കൊടുത്താൽ, ഇപ്പോൾ സുജാത എന്ന് പറഞ്ഞ ആൾ എഴുതി കൊടുത്തു വെച്ചുള്ള ഇന്ത്യൻ എന്നുള്ള പടത്തിൽ അതിൽ ലിപ് ലോക്കുള്ള ഒരു സീനും ഇല്ലെങ്കിലും ശങ്കറിനോടും ചോദിക്കാതെ സുജാതയോടും ചോദിക്കാതെ കമൽഹാസൻ സ്ക്രിപ്റ്റിൽ എഴുതുമെന്ന് ലിപ് ലോക്ക് വേണമെന്ന്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കമൽഹാസനെ കുറിച്ച് രാജൻ പറയുന്നു എന്ന് പറയണം. എവിടെ രാജന് കിട്ടിയ തെളിവ് പറ? പക്ഷേ രാജൻ പറയുന്നത് ലിപ് ലോക്ക് കമൽഹാസൻ എഴുതി വയ്ക്കും. പുതിയ നടിയാണെങ്കിൽ ലിപ് ലോക്ക് വേണമെന്ന് കമൽഹാസൻ വാശി പിടിക്കും. സീൻ എടുക്കുമ്പോൾ സംവിധായകന് സീൻ ഓക്കെ ആയാലും വീണ്ടും 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 കമൽഹാസൻ എടുപ്പിക്കും ഈ ലിപ് ലോക്ക്. കണ്ട നടിയുടെ ചുണ്ട് കടിച്ച് പറിച്ചില്ല എങ്കിൽ കമൽഹാസന് ഉറക്കമില്ല എന്നാണ്. അയാൾ ഒരു ഞരമ്പ് രോഗി എന്നുള്ള രീതിയിലാണ് രാജൻ ജോസഫ് സംസാരിക്കുന്നത്. എത്ര ക്രൂരമായ മനസ്സാണ് രാജ! അല്ലെങ്കിൽ സ്വബോധമില്ലാതെ ഇങ്ങനെയൊക്കെ പറയാമോ രാജ? സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും പണികളിൽ കമൽഹാസൻ കയറി ഇടപെടും എന്ന് പറഞ്ഞു കേൾക്കുന്നു. ആര് പറഞ്ഞേ? ഈ വെള്ളം അടിക്കാൻ ഇരുന്നപ്പോൾ ഏതോ കൂതറ വെള്ളം അടിച്ച് ഫിറ്റായപ്പോൾ പറഞ്ഞതാണ് ഈ പറയണേ. അല്ല, തെളിവൊന്നും രാജൻ്റെ ഇല്ല. രാജൻ സത്യസന്ധമായി കാര്യങ്ങൾ പറയും. ഞാൻ പറഞ്ഞു കേൾക്കുകയാണ് ഇങ്ങനെയൊക്കെ. സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും ഒന്നും പെർമിഷൻ ഇല്ലാതെ സിനിമയ്ക്ക് വേണ്ടതെല്ലാം കമൽഹാസൻ എഴുതി തീർക്കും. അതിലെല്ലാം നായികയുടെ ലിപ് ലോക്ക് ചുണ്ടിനെ കടിച്ച് പറിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊരു ട്യൂണിങ്ങിൻ്റെ ഭാഗമാണ്. മടി മാറ്റിയെടുക്കലാണ് ഈ ട്യൂണിങ്. അതായത് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ചുണ്ടിൽ കടിച്ചു വലിച്ചാൽ ആ നടിയുടെ നാണം മാറും. പിന്നെ അത് കഴിഞ്ഞാൽ അവൾ പരസ്യമായി വ്യഭിചരിക്കാൻ ഇറങ്ങിക്കൊള്ളുമെന്നാണ് രാജൻ കണ്ടെത്തിയ രഹസ്യം. ചുംബന സീൻ എന്തിനാണ് കാണിക്കുന്നത്? സിംബോളിക്കായി കാണിച്ചാൽ പോരെ എന്നാണ് കേൾക്കുന്നത്. പണ്ടത്തെ സിനിമകളിലൊക്കെ കാണിക്കും പോലെ ബലാത്സംഗ സീനിൽ നായികയുടെ പുറത്ത് വില്ലൻ ബാലകൻ നേരെ ചാടി വീഴുന്നടൻ മാനിൻ്റെ പുറത്ത് സിംഹം കടിച്ചു പറിക്കില്ലേ, അതുപോലെ സിംബോളിക്കായി കാണിച്ചാൽ മതി എന്നാണ് രാജൻ പറയുന്നത്. എല്ലാ സംവിധായകരെയും പഠിപ്പിക്കുകയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ മുതൽ KS ഗോപാലകൃഷ്ണൻ വരെയുള്ള എല്ലാ സംവിധായകരെയും രാജൻ പഠിപ്പിക്കുകയാണ്. ചുംബന സീൻ ഇനി നിങ്ങൾ കാണിക്കരുത്, നിങ്ങൾ സിംബോളിക്കായി കാണിച്ചാൽ മതി. കേരള സ്റ്റോറിയിൽ എല്ലാം മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇപ്പം മനസ്സിലായല്ലോ രാജൻ ഏത് ചിന്താഗതിക്കാരനാണെന്ന്. കേരളത്തിനെ അപമാനിക്കുന്ന ഒരു സിനിമ കേരള സ്റ്റോറി, അത് മനോഹരമായി ചിത്രീകരിച്ച സിനിമയാണെന്നാണ് രാജൻ പറയുന്നത്. ചാപ്പാക്കുരിശ് എങ്ങനെ കാണും? എനിക്കിഷ്ടമായില്ല. ചാപ്പാക്കുരിശ് എന്ന പടം പുള്ളിക്ക് ഇഷ്ടമായില്ല. അത് കാണാൻ പറ്റിയ പടമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പകരം കേരള സ്റ്റോറി വേണമെങ്കിൽ 10 പ്രാവശ്യം രാജൻ കാണും. ഫഹദ് ഫാസിൽ, ആസിഫ് അലി, ബിജു മേനോൻ, ധ്യാൻ ശ്രീനിവാസൻ, പൃഥ്വിരാജ്, നവീൻ പോളി, ടൊവിനോ, ഇവരെക്കുറിച്ചൊന്നും ഒരു പരാതിയും വരുന്നില്ല. ഇവരെല്ലാം മാന്യന്മാരാണ്. പൃഥ്വിരാജെങ്കിലും രക്ഷപ്പെട്ടു. ഒരു ഇടതുപക്ഷ ചായവുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ടൊവിനെയും ഈ ആസിഫ് അലിയെയും ഫഹദ് ഫാസിലിനെയും വേണ്ട. ഈ ലിസ്റ്റിലുള്ള ഏറെക്കുറെ എല്ലാം ഇടതുപക്ഷ ചിന്താഗതി അല്പം താല്പര്യമുള്ളവരാണ്. പക്ഷെ അവരെല്ലാം മാന്യന്മാരെന്നാണ് രാജൻ പറയുന്നത്. ചില ഗാനരചയിതാക്കൾ അവരെഴുതിയ പാട്ട് ആര് സംവിധാനം ചെയ്യണം, ആര് സംഗീതം നൽകണം, ആര് പാടണം എന്ന് തീരുമാനിക്കുന്നത് 100% വങ്കത്തരമാണ് രാജ നിങ്ങൾ പറയുന്നത്. ഒരു പാട്ടെഴുത്തുകാരന് മലയാള സിനിമയിൽ എന്ത് പ്രസക്തി? ഇപ്പോൾ വയലാർ രാമവർമ്മയ്ക്ക് മുകളിലുള്ള ഒരു പാട്ടെഴുത്തുകാരും ഇവിടെ ഇല്ലല്ലോ. വയലാർ രാമവർമ്മ തീരുമാനിക്കുമോ എൻ്റെ പാട്ട് ദേവരാജൻ മാത്രം സംഗീതം കൊടുത്താൽ മതി എന്ന് വയലാർ പറയുമോ? പറയില്ല. ദേവരാജൻ മാഷി ചില ഇതിൽ പറഞ്ഞിട്ടുണ്ട്.
പൊട്ട വരികളൊക്കെ എഴുതിക്കൊണ്ട് ചെല്ലുമ്പോൾ പറയും യവനെ കൊണ്ട് എഴുതിക്കണ്ട, വയലാറിനെ കൊണ്ട് എഴുതി, കുട്ടനെ കൊണ്ട് എഴുതിക്കാം എന്ന് പറയും. പക്ഷേ നമ്മുടെ രാജൻ ജോസഫ് കണ്ടുപിടിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ ഇപ്പോൾ ഉള്ള ചില ഗാനരചയിതാക്കൾ അവരെഴുതിയ പാട്ട് ആര് സംവിധാനം ചെയ്യണമെന്ന് വരെ അവർ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊരു പടത്തിന് ഒരു നിർമ്മാതാവിനെ കണ്ടെത്തി, ഒരു കഥ കണ്ടെത്തി, ഒരു തിരക്കഥ എഴുതുമ്പോൾ എവിടെയെല്ലാം പാട്ട് വേണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ആ പാട്ട് ഇന്ന ആളെ കൊണ്ട് നമുക്ക് ഈ പടത്തിന് ഇന്ന ആൾ എഴുതുന്നതായിരിക്കും ശരി എന്ന് തീരുമാനിക്കുന്നത് ആരാ? സംവിധായകനും നിർമ്മാതാവും കൂടിയല്ലേ. രാജൻ പറയുന്നത് പാട്ട് എഴുതണമെന്ന് തീരുമാനിക്കുന്ന ആര് സംവിധാനം ചെയ്യും? എന്തൊരു വങ്കത്തരം എന്ന് പറയാം. രാജന് സിനിമയെക്കുറിച്ച് ABCD അറിയില്ല എന്നുള്ള ഒരു ചുക്കും അറിയില്ല. അത് ഈ രാജൻ്റെ ഈ പ്രോഗ്രാമിലൂടെ തെളിഞ്ഞു. ഇപ്പം ഞാൻ ബംഗ്ലാവിൽ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചിരുന്നു. ഈ പടത്തിൻ്റെ സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ തന്നെ ആയിരിക്കും. ഞാൻ അതിൻ്റെ പാട്ട് എഴുതാൻ ഗിരീഷ് പുത്തഞ്ചേരിയാണ് വെച്ചത്. ഇതെല്ലാം പലതിലും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ്. ഗിരീഷ് പുത്തഞ്ചേരി വെച്ചു. ഒരു 1-ാം തീയതി മുതൽ റെക്കോർഡിങ് നമ്മൾ പാട്ട് കമ്പോസിങ് ആയിരിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് ഹോട്ടലെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജയചന്ദ്രൻ്റെ അമ്മയ്ക്ക് ക്യാൻസറിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. ജയചന്ദ്രൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിനേശ് ചേട്ടാ, എൻ്റെ അമ്മ വളരെ സീരിയസ് ആണ്, എനിക്ക് ഈ ഒരു മൂഡിലിരുന്നോണ്ട് പാട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു 10 ദിവസം തള്ളി വയ്ക്കാം. ഞാൻ പറഞ്ഞു 10 അല്ല 15 ദിവസം തള്ളി വയ്ക്കാം. ഞാനപ്പോൾ തന്നെ എൻ്റെ പ്രൊഫഷണൽ എക്സിക്യൂട്ടീവായ ചന്ദ്രൻ പനങ്ങോട്ടിനോട് പറഞ്ഞു, 31-ാം തീയതി ട്രെയിൻ കയറണ്ട എന്ന് ഗിരീഷ് പുത്തഞ്ചേരി വിളിച്ച് പറയാൻ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ രാജനെ പോലെ തന്നെ ഗിരീഷ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ചന്ദ്രൻ പനങ്ങോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ജയചന്ദ്രൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലായതുകൊണ്ട് നമ്മളെ പാട്ട് കമ്പോസിങ് 10 ദിവസത്തേക്ക് തള്ളി, അപ്പോൾ അതുകൊണ്ട് 31-ാം തീയതി പുറപ്പെടണ്ട. ജയചന്ദ്രൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നാൽ ഞാനെന്ത് വേണം? നീയൊക്കെ വിളിക്കുമ്പോൾ വരാനാണോ ഞാനിവിടെ ഇരിക്കുന്നത്? ഞാൻ ഗിരീഷ് പുത്തഞ്ചേരിയെ ആദ്യത്തെ പാട്ട് എഴുതാനുള്ള ചാൻസ് ചോദിച്ച് മദ്രാസിൽ ഞാൻ വർക്ക് ചെയ്ത ജീവിതം ഒരു രാഗം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭരണി സ്റ്റുഡിയോയിൽ ഡബ്ബിങ് നടക്കുന്നിടത്ത് വന്ന് നിൽക്കുന്ന ഒരു സാധുവായ മനുഷ്യനെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഒരു സാധാരണ ഒരു ഡബിൾ മുണ്ടും ഒരു നരച്ച ബ്രൗൺ കളറിലുള്ള ഒരു ഫുൾ കൈ ഉടുപ്പിട്ട് ഒരു പാവം പയ്യൻ അവിടെ ചാരി നിൽക്കുന്നു. ഡബ്ബിങ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ സംവിധായകനായ UV രവീന്ദ്രനാഥ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ദിനേശേ, ഞാൻ അടുത്ത് ചെയ്യുന്ന എൻക്വയറി എന്ന് പറഞ്ഞ പടത്തിൽ പാട്ട് എഴുതുന്നത് ഈ നിൽക്കുന്ന പയ്യനാണ് കേട്ടോ. അപ്പോൾ എന്നെ താണ് വീണ് തൊഴുതു ഗിരീഷ് പുത്തഞ്ചേരി. എന്നിട്ട് എൻക്വയറിയിൽ ഞാൻ വർക്ക് ചെയ്തില്ല, ഞാൻ ജീവിത രാഗം കഴിഞ്ഞിട്ട് പിന്നെ UVയുടെ ഒപ്പം പോയില്ല, അത് വേറെ കാര്യം. ഇപ്പോഴും ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ വിളിക്കുന്നവരാ. ആ ഗിരീഷ് പുത്തഞ്ചേരി ചന്ദ്രൻ പനങ്ങോട്ടിന് പറയുകയാണ്, ജയചന്ദ്രന് അമ്മയ്ക്ക് സീരിയസ് ആണെങ്കിൽ ഞാൻ എന്ത് വേണം? നീയൊക്കെ 10 ദിവസം മാറ്റുമ്പോൾ വരാൻ ഞാനാ? തിരുവനന്തപുരത്തുള്ള ഏവനെങ്കിലും വെച്ച് എഴുതുക കേട്ടോ, മേലെ ഇത് വിളിക്കരുത്. ചന്ദ്രൻ പനങ്ങോട് ഒന്ന് എന്നോട് അതുപോലെ പറഞ്ഞു, തിരുവനന്തപുരത്തുള്ള ഏവനെങ്കിലും വെച്ച് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. നമ്മളല്ലേ ആള്. ഞാൻ നേരെ ഗിരീഷ് പുത്തഞ്ചേരി വിളിച്ചു. അപ്പം നോർമലാണ്. എന്തുണ്ട്? ചന്ദ്രൻ പനങ്ങോട് വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, അതിനല്ല ഗിരീഷെ ഞാൻ വിളിച്ചത്. ജയചന്ദ്രൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വളരെ സീരിയസ് ആയിരിക്കുന്ന ഒരവസരത്തിൽ ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ആ മകന് പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റില്ല. ആ വിവരം വിളിച്ച് കൃത്യമായിട്ട് നിങ്ങളോട് നേരത്തെ, അതും 30-ാം തീയതി അല്ല വിളിച്ച് പറയുന്നത്, 25-ാം തീയതി 24-ാം തീയതി എന്തോ വിളിച്ച് പറയുകയാണ്. 6-7 ദിവസമുള്ളപ്പം വിളിച്ച് പറയുകയാണ്, നിങ്ങൾ 31-ാം തീയതി തിരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞേ? തിരുവനന്തപുരത്തുള്ള ഏവനെങ്കിലും കൊണ്ട് എഴുതിക്കാനോ? തിരുവനന്തപുരത്തുള്ള ഏവൻ എന്ന് പറയുമ്പോൾ ആരൊക്കെ പെടും? കാവാലം പെടുമോ? ONV ഗ്രൂപ്പ് പെടുമോ? ശ്രീകുമാരൻ തമ്പി പെടുമോ? നിങ്ങൾ ആരെക്കുറിച്ച് പോച്ചിൽ ഖാദർ പെടുമോ എന്ന് പറഞ്ഞ് ഞാൻ കുറേ പേരുകൾ ചോദിച്ചു. അല്ല, അത് അപ്പോഴത്തെ ഒരു മൂഡിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയല്ല ഗിരീഷേ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഗിരീഷിനോട് പറയാം. ഗിരീഷേ, വിദ്യാമൂർത്തിയായ സരസ്വതി ദേവി താമരയുടെ പുറത്താണ് ഇരിക്കുന്നത്. വെള്ളത്തിൽ നിൽക്കുന്ന താമരയുടെ തണ്ടിന് അല്പായുസേ ഉള്ളൂ. അല്പ ബലം കൊടുത്താൽ ആ താമര ഒടിഞ്ഞു പോകും. കലാകാരനായ എഴുത്തുകാരനായ നിങ്ങളിത് ഓർക്കണം. ഞാൻ ഓർക്കാറുണ്ട്, നിങ്ങൾ ഓർക്കണം. എൻ്റെ പടത്തിൽ താങ്കൾ പാട്ട് എഴുതണ്ട. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ മലയാള സിനിമയിൽ പാട്ട് എഴുതിയാൽ 10 പൈസ കിട്ടില്ല. പണ്ട് മോഹൻലാലിൻ്റെ പടത്തിന് 25 ലക്ഷം കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മലയാളത്തിലെ പാട്ടുകൾക്ക് 10 പൈസ കിട്ടില്ല. മാതൃഭൂമിക്കോ മനോരമയ്ക്കോ കൊടുത്താൽ ഒരു പരസ്യം തരും, അത്ര തന്നെ. അതുകൊണ്ട് തന്നെ ഗിരീഷല്ല, ഞാൻ എഴുതിയാൽ പോലും ഒരു പ്രശ്നവുമില്ല ഗിരീഷേ, എൻ്റെ ഈ പടത്തിൽ ഗിരീഷ് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ BR പ്രസാദിനെ വെച്ച് എഴുതി. BR പ്രസാദ് ഒരു പാട്ട് എഴുതിയിട്ട് 2ാമത്തെ പാട്ട് എഴുതാതെ ദിവസങ്ങളോളം നീണ്ടപ്പോൾ BRന് പൈസയും കൊടുത്ത് പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ 2ാമത്തെ പാട്ട് മെഴുകുതിരികൾ എന്നുള്ള പാട്ട് ഞാൻ വയലാർ ശരത്ചന്ദ്രവർമ്മയെക്കുറിച്ച് എഴുതി. പക്ഷേ നമ്മുടെ രാജൻ ജോസഫ് പറയുന്നത് പാട്ട് എഴുതുന്ന ആളാണ് തീരുമാനിക്കുന്നതെന്ന്, സംവിധായകന്. അവനെ അപ്പം കട്ട് ചെയ്ത് വിടൂലേ നിർമ്മാതാവ്? എൻ്റെ പടത്തിൻ്റെ സംവിധായകൻ തീരുമാനിക്കും പാട്ട് ആരെഴുതണം, ആര് സംഗീതം കൊടുക്കണം, ആര് പാടണമെന്ന്. നീ ആരാ എന്ന് പറഞ്ഞാൽ അപ്പം കട്ട് ചെയ്ത് വിടും. പക്ഷേ രാജൻ പറയുന്നത് അങ്ങനെയല്ല. പാട്ട് എഴുതുന്നിടത്തും പാട്ടിൻ്റെ ഫീൽഡിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നാണ് പറയുന്നത്.
ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, അവർ തീരുമാനിക്കും ആര് പാടണമെന്ന്. അത് ചിലപ്പോൾ നടക്കാം. ഇപ്പോൾ തന്നെ എറണാകുളത്ത് ഒരു കാമപ്രാന്തനില്ലേ, ഭാര്യയും നല്ല അരുമയായ 2 കുട്ടികളുണ്ടായിരുന്നവൻ കുറേ പൈസ വന്ന് കയറി കൊഴുപ്പ് കയറിയപ്പോൾ അവൻ പാടാൻ വന്ന ഒരു അലവലാതി പെണ്ണിനെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. ഭാര്യയല്ല, കീപ്പ്. ഭാര്യ എന്ന് പറയാൻ കുല്ലം ഭാര്യ ഔദ്യോഗികമുണ്ടല്ലോ. ഭർത്താവ് ഒരു അലവലാതിയുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു അലവലാതി പെണ്ണുമായിട്ട് നടക്കുന്നു, പാട്ടും പാടി യൂട്യൂബിലൊക്കെ കെട്ടിപ്പിടിച്ച് ബെഡ്റൂമിനകത്ത് കാണിക്കേണ്ട സീനുകൾ മുഴുവൻ പരസ്യമായി കാണിക്കുന്നുണ്ടപ്പോൾ അന്തസ്സുള്ള സ്ത്രീ ആയതുകൊണ്ട് അവർ ആ 2 ആൺമക്കളെയും കൊണ്ട് അവരവരുടെ പഴിക്ക് പോയി. അവൻ അമ്മേരെ നേരത്തെ തൊലയട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ അവളുമായിട്ട് കുറേ ദിവസം ശൃംഗരിച്ച് കിടന്നു, മൂരി ശൃംഗാരം. അത് കഴിഞ്ഞപ്പോൾ അവളെ മടുത്തപ്പോൾ അവൾക്ക് എത്രയോ ലക്ഷം കൊടുത്ത് അവളെ ഒഴിവാക്കിയിട്ട് അടുത്തൊരുത്തിയെ പിടിച്ചു. അവൾക്ക് വേറൊരു ഭർത്താവിൽ ഒരു സിനിമാ നടനായ ഒരുത്തൻ്റെ ഒരു കുട്ടിയുണ്ട്. ഇവനെ അച്ഛനായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ ആ കൊച്ചു വിളിക്കുന്നത് അച്ഛൻ, ഇവളെ അനിയത്തി എവളും ഒക്കെ അവൻ്റെ കൂടെ കെട്ടിമറിയുന്നു. അങ്ങനെ അവനായി. അവളെ മടുത്തപ്പോൾ അവളെ കളഞ്ഞിട്ട് അടുത്ത്. ഞാൻ ആലോചിക്കുന്ന പെൺപിള്ളേർക്ക് ഇത്രയും വിലയില്ല. ഈ ഹേമ കമ്മിറ്റി അതൊക്കെയാണ് അന്വേഷിക്കാറുള്ളത്. ഒരു അലവലാതിരിയിൽ കുറേ കാശ് ഒന്നാമത് സംഗീതത്തിൻ്റെ ABCD അറിഞ്ഞൂടാ. ദേവരാജ മാഷിനെയൊക്കെ നമ്മൾ നമിക്കണം. കണ്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ട്യൂണുകൾ മോഷ്ടിച്ച് ചെയ്ത് 1 കോടിയും 1.5 കോടിയൊക്കെ പ്രതിഫലം വാങ്ങിക്കുന്ന ഈ പെണ്ണുപിടിയൻ അവൻ്റെ ഐഡൻറ്റിറ്റിയിലുള്ള ഒരു പാട്ടും അവൻ ചെയ്തിട്ടില്ല. അവനിങ്ങനെ കോടിക്കണക്കിന് രൂപ വന്നിങ്ങനെ കുമിയുമ്പോൾ ബ്ലാക്കും വൈറ്റും ആയിട്ട് വന്ന് മറിയുമ്പോൾ അവൻ ഇങ്ങനെ ഇഷ്ടം പോലെ ഒരു പെണ്ണിനെ കിട്ടും, അവളെ കുറേ ദിവസം ഉപയോഗിക്കും, അവൾക്ക് ഒരു 50 ലക്ഷം കൊടുത്ത് പറഞ്ഞു വിടും, അല്ലെങ്കിൽ 1 കോടി കൊടുത്ത് പറഞ്ഞു വിടും. അവൾക്ക് പരാതിയില്ല. അവളൊരു വലിയ ഫ്ലാറ്റും ഒക്കെ വാങ്ങി തുണിയും മണിയൊന്നും ഇല്ലാതെ കുറേ ഫോട്ടോ എടുത്ത് ഇവനെ തള്ളയ്ക്കും വിളിച്ച് കുറേ വാർത്തയിടും. അത് കഴിയുമ്പോൾ അടുത്തവളെ മടുക്കുമ്പോൾ അവളെ കളയും. അവളും അവളെ കൊച്ചും കൂടെ പോയി അന്തസ്സായിട്ട് വേറൊരു വീടെടുത്ത് അവളും 50 ലക്ഷം കൊണ്ട് അവളങ്ങ് പോകും. ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി കിടന്നു കൊടുക്കുന്ന കുറേ ഗായികമാരെന്ന് പറഞ്ഞ് കുറേ പിച്ചക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അവനെയൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയില്ല. ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, അവർ തീരുമാനിക്കും ആര് പാടണമെന്ന്. ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ, രമേശ് നാരായണൻ എൻ്റെ ആദ്യമായി ചെയ്യുന്ന സീരിയലിൽ വലയത്തിൽ ടൈറ്റിൽ സോങ് പ്രഭാവർമ്മ എഴുതി രമേശ് നാരായണനെ കൊണ്ട് ഞാൻ സംഗീതം കൊടുപ്പിച്ച് എല്ലാം കഴിഞ്ഞ് പാടേണ്ട കാര്യമായപ്പം പറഞ്ഞു അത് MG ശിവകുമാർ പാടണം. അപ്പോൾ എനിക്ക് MG ശിവകുമാറായിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഈ പാട്ട് ഞാൻ സന്തോഷ് കേശവ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഗായകനെ കൊണ്ടേ പാടിക്കുള്ളൂ. അത് രാജസേനൻ്റെ ഒരു പടത്തിൽ നല്ല പാട്ട് കേട്ടപ്പോൾ എനിക്ക് അയാളുടെ ശബ്ദം ഇഷ്ടപ്പെട്ടു. എൻ്റെ സംഗീതത്തിൻ്റെ റേഞ്ചിലൊന്നും സന്തോഷ് കേശവന് പാടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനാണ് ഈ സീരിയൽ ചെയ്യുന്നതെങ്കിൽ എൻ്റെ സീരിയലിൽ ഈ സന്തോഷ് കേശവ് പാടിയിരിക്കുന്നു അയാളെ കൊണ്ട് പാടിച്ചു. പക്ഷേ അയാൾ ഒരുപാട് ദ്രോഹിച്ചു. ഞാൻ ആ കഥ 1 മാസം മുമ്പ് പറഞ്ഞു. എൻ്റെ പൊന്ന് രാജാ, തന്തയ്ക്ക് പിറന്നവനാണ് സംവിധായകനെങ്കിൽ, കാശ് മുടക്കുന്നവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന കാശാണെങ്കിൽ ഒരുത്തനും സാറ് വിടില്ല. സംവിധായകൻ പോലും സാറ് വിടില്ല, നല്ല നിർമ്മാതാവാണെങ്കിൽ. ഇപ്പോൾ മേനക സുരേഷിനോട് സുരേഷ് കുമാറിനോട് സാറ് വിടാൻ പറ്റുമോ? രഞ്ജിത്തിനോട് സാറ് വിടാൻ പറ്റുമോ? അതൊന്നും നടക്കില്ല. നമ്മുടെ സിയാദ് കോക്കറിൻ്റെ പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയുള്ള നല്ല തന്തയ്ക്ക് പറഞ്ഞ നിർമ്മാതാക്കൾ ഇവിടെ ഉണ്ട് രാജാ. നിങ്ങൾക്കത് അറിഞ്ഞിടാത്തതുകൊണ്ടാണ്. സംവിധായകൻ്റെ ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് മറ്റേ പാട്ടെഴുത്തുകാരനും ആര് പാടണമെന്ന് തീരുമാനിക്കുന്ന മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ചിലപ്പോൾ റഹ്മാനൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യുള്ളായിരിക്കും. നമ്മൾ റഹ്മാനെന്നും വെച്ച് ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും രാജൻ പറയുന്നതൊന്നും ശരിയല്ല രാജ. മൊഴികൾ പൂർണ്ണമായും പുറത്തു വന്നാൽ മലയാള സിനിമയുടെ വലിയക്ക പോലും സേഫ് അല്ല. അപ്പം ഞാൻ എൻ്റെ അഭിമുഖം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇയാൾ വലിയക്ക എന്ന് വിളിക്കുന്നത് മമ്മൂട്ടിയാണെന്ന് പറഞ്ഞു. പക്ഷേ രാജൻ പിറ്റേ ദിവസം വേറൊരു പ്രോഗ്രാം ചെയ്തിട്ട് പറയല്ലേ, ഈ ഞാൻ വലിയക്ക എന്ന് പറഞ്ഞത് മമ്മൂട്ടിയല്ല, പക്ഷെ ദിനേശ് പറയുന്നു മമ്മൂട്ടിയാണ് പറഞ്ഞതെന്ന്. ദിനേശിൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പുറത്തു വിടൂ. ഞാൻ മമ്മൂട്ടിയല്ല പറഞ്ഞതെന്ന്. രാജ നല്ല തന്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ, നല്ല ചങ്കുറപ്പുണ്ടെങ്കിൽ നമ്മളൊരാളെക്കുറിച്ച് പറഞ്ഞാൽ അയാളെ പേര് പറയണമെന്നേ. വലിയക്ക എന്ന് നിങ്ങൾ പറയുന്നത് മമ്മൂട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മനുഷ്യനൊരു പെണ്ണുപിടിയനല്ലെന്നേ. അയാൾ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുമ്പോൾ അന്തസ്സായിട്ട് ജീവിച്ച മനുഷ്യൻ. ആ മനുഷ്യനെയാണ് നിങ്ങളൊരു പെണ്ണുപിടിയനാക്കാൻ നോക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഞാൻ മമ്മൂട്ടിയല്ല പറഞ്ഞതെന്ന്. മൊഴികൾ പൂർണ്ണമായും പുറത്തു വന്നാൽ മലയാള സിനിമയുടെ വലിയക്ക പോലും സേഫല്ല. വലിയക്ക ഒരു കുടുംബം തകർത്ത കഥ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലിയക്ക ചെറിയ ഒന്നും ചെയ്യാൻ പോകാറില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ത്രീകളോടാണ് അദ്ദേഹത്തിന് താല്പര്യം. പ്രസവിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടോ അവരോടാണ് അദ്ദേഹത്തിന് താല്പര്യം. കാര്യം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുമാകുമ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ പ്രഷർ ഉണ്ടാവും. നമ്മുടെ വലിയക്കയല്ലേ എന്ന് പറഞ്ഞ് ഒതുക്കി അഡ്ജസ്റ്റ് ചെയ്യും എന്നാണ് ഇയാൾ പറയുന്നത്. ദുബായിൽ മറ്റേ മുതലാളി ഉണ്ടല്ലോ, ആ മുതലാളിയുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം മറ്റേ മുതലാളി. ഇവൻ പറയുന്ന മറ്റേ മുതലാളി ആരാണെന്ന്. ദുബായിലുള്ള മറ്റേ മുതലാളി കാക്കാൻ്റെ പച്ചയ്ക്ക് പറയുകയാണ്. അപ്പോൾ കാക്ക ആരെന്ന് നിങ്ങൾക്കറിയാലോ മുതലാളി. ഞാൻ പേര് പറയുന്നില്ല. എനിക്ക് ബഹുമാനമുള്ള മനുഷ്യനാണ്. ഞാൻ ദൈവതുല്യനായി കാണുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ ഇദ്ദേഹത്തിന് സേഫായിട്ട്
സൂട്ട് റൂമുണ്ട്. വളരെ രഹസ്യമായി ചെയ്യാൻ അറിയാവുന്ന ആളാണ് വല്യക്ക. ചില കണക്ഷനുകളുണ്ട് ദുബായിൽ. ലാലിനെ പോലെ അല്ല, മോഹൻലാലിനെ പോലെ അല്ല എന്നാണ് പറയുന്നത്. ഇത് 100% മുസ്ലിം വിരോധം വെച്ചാണ് രാജൻ സംസാരിക്കുന്നത്. ഇതിൻ്റെ രാജ എത്രയൊക്കെ ഇല്ലയെന്ന് പറയും. ഇതിൽ ഏറ്റവും വലിയ രസം എന്തറിയോ, ഇതിൽ എന്നെ തെറി വിളിക്കുന്ന ഭാഗം കഴിഞ്ഞ് പറയാനുള്ളതാണ്, പക്ഷേ ഞാൻ മുൻകൂട്ടി പറയാം. ഫിറോസ് അലി മുഹമ്മദ് എന്ന് പറഞ്ഞ് മംഗളം ചാനലിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വാർത്താ അവതാരകനുണ്ട്. അയാളുടെ വളരെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ സുഹൃത്താണ് ഈ രാജൻ ജോസഫ്. ഞാൻ ഈ പ്രോഗ്രാം കണ്ട ഉടനെ സൗദി അറേബ്യയിലുള്ള ഫിറോസിനെ ഞാൻ വിളിച്ചു. അപ്പോൾ വലിയ കാര്യത്തിൽ ഫിറോസിനോട്, ദിനേശേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഒരു പുല്ലും പറയാനില്ല, നിൻ്റെ കൂട്ടുകാരനാണോ രാജൻ ജോസഫ് എന്ന് ചോദിച്ചു. ഫിറോസ് ഒന്ന് ഞെട്ടി, എന്തോ കുഴപ്പമാവും കാണിച്ചു എന്ന് മനസ്സിലായി. എന്ത് ചേട്ടാ? ഞാൻ പറഞ്ഞു നിൻ്റെ സുഹൃത്താണോ എന്നിട്ട്. അതെങ്ങനെ ചേട്ടന് മനസ്സിലായി? ഞാൻ പറഞ്ഞു നിൻ്റെ ഉമ്മയുടെ ഒപ്പം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടു. അത് ചേട്ടാ, ഞാനേ സൗദിയിലേക്ക് പോകുന്ന എന്നെ യാത്ര അയക്കാൻ എൻ്റെ വീട്ടിൽ രാജൻ ജോസഫ് വന്നിരുന്നു. അപ്പോഴാണ് അവൻ എൻ്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്ത്. എന്ത് ചേട്ടാ? ഞാൻ പറഞ്ഞു എടാ, നീ ഒരു കാര്യം ഓർത്തോ ഫിറോസേ, ഇന്ത്യയിലെ എന്ന് തന്നെ പറയാം, ഇന്ത്യയിലെ മേത്തന്മാരെ, ഇങ്ങനെയാണ് ഞാൻ വാക്ക് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ മേത്തന്മാരെ എല്ലാം പാകിസ്ഥാനിലേക്ക് കെട്ടി അയക്കണമെന്ന് പറയുന്നവനാണ് ഈ പറയുന്ന രാജൻ ജോസഫ്. അവനാണോടാ നിൻ്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന് ഫോട്ടോ എടുക്കണേ? നിൻ്റെ സുഹൃത്താവുന്ന അവനാണ് ചേട്ടാ. അവൻ അടിച്ചു കഴിഞ്ഞാൽ അവന് ബോധമില്ല ചേട്ടാ, അവൻ വല്ലതൊക്കെ വിളിച്ച് പറയും. ചേട്ടനെ വല്ലതും പറഞ്ഞു? ഞാൻ പറഞ്ഞു അവനോട് പറഞ്ഞുതരാ, എന്നെ പറഞ്ഞതിനെ പറ്റിയെന്ന് പറഞ്ഞ് ഞാൻ മലയാളത്തിൽ പറയാവുന്ന കുറേ തെറി ഫിറോസ് അലിയെ വിളിച്ചു. പാവം രാജൻ്റെ സുഹൃത്തായതുകൊണ്ട് ഫിറോസ് മുഴുവൻ തെറിയും കേട്ടു. ആലോചിച്ച് നോക്കൂ, മദ്യപാനം വരുത്തുന്ന ഓരോ വിനയകൾ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാമോ? 74 വയസ്സായ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ അയാൾ സിനിമയിൽ വന്ന വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ മുതൽ ടർബോ വരെയുള്ള സിനിമകൾ എടുത്ത് നോക്കിയാൽ സ്ത്രീ വിഷയങ്ങളിൽ അയാൾ എത്ര മാന്യനാണ് എന്നുള്ളൊരു ബോധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. എന്നിട്ട് പറയാണ് ഞാൻ മമ്മൂട്ടിയല്ല പറഞ്ഞത്. എനിക്കറിയാം പേര് പറഞ്ഞാൽ കേസാവുമെന്ന് എനിക്കറിയാം. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഇല്ല രാജ. ഞാൻ ആരെങ്കിലും പറയാണ്ടെങ്കിൽ ഞാൻ പേര് പറയാറുണ്ട്. കാരണം അവരെ പറ്റി പറയാനുള്ള മുഴുവൻ തെളിവുകളും എൻ്റെ കയ്യിലുള്ളപ്പോഴാണ് ഞാൻ സംസാരിക്കാറ്. രാജനും അങ്ങനെ സംസാരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് പുരുഷ സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ്. അതിനൊന്നും വലിയക്കായെ കവച്ചു വയ്ക്കാൻ ഇന്ന് മലയാള സിനിമയിൽ ചെറുപ്പക്കാരായവർ പോലും ഇല്ല. മനസ്സിലായില്ലേ? പുരുഷ സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് ഈ 74 വയസ്സുകാരനെന്നാണ് പറയുന്നത്. പക്ഷേ എന്നിട്ട് അതേ നാക്കൊണ്ട് തന്നെ പറഞ്ഞു ഞാൻ മമ്മൂട്ടിയല്ല പറയുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ അഭിനയവും എനിക്കിഷ്ടമാണ്, അച്ചൂട്ടിയൊക്കെ എനിക്കിഷ്ടമാണ്. ഈ അച്ചൂട്ടി എന്നുള്ളത് പറഞ്ഞത്, ഈ വെള്ളമടിച്ചപ്പോൾ പറഞ്ഞത് രാജൻ മറന്നുപോയി. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക, അതിൽ അച്ചൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ചൂട്ടി ഏതാ? അമരത്തിലെ നായകൻ മമ്മൂട്ടി അഭിനയിച്ച അച്ചൂട്ടിയുടെ പേരതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ഞാൻ മമ്മൂട്ടിയല്ല പറഞ്ഞതെന്ന്. കുറച്ച് ഇഷ്ടമുള്ള നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. രാജന് കുറച്ച് പേരേ ഇഷ്ടമുള്ളൂ, അതിലൊരാളാണ് അദ്ദേഹം. NF വർഗീസിനെ ഇഷ്ടമാണ്, തിലകൻ, ഇന്ദ്രൻസ്, കവിയൂർ പൊന്നമ്മ, KPS ലളിത, മോഹൻലാൽ, ഒരുപാട് പേരുണ്ട് എനിക്കിഷ്ടമുള്ളവർ. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തെ അയാൾ തകർത്തു. സ്വന്തം ഭാര്യ ചലച്ചിത്ര മേഖലയിൽ ഉയർന്ന അവസ്ഥയിൽ പോകുന്നതിന് ട്രെയിൻ യാത്രക്കിടയിൽ കണ്ട് പരിചയപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ച് അവളെ പഠിപ്പിച്ച് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് വേണ്ട സാമ്പത്തികം നൽകി ഈ മേഖലയിലേക്ക് വിട്ട ആളാണ് ഭർത്താവ്. സിനിമ ചെയ്ത രതീനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ രാജന് വെള്ളമടി മാത്രമേ അറിയാവൂ. ചങ്കൂറ്റമില്ലാത്തതുകൊണ്ട് അവളുടെ പേരോ അവളുടെ ഭർത്താവിൻ്റെ പേരോ പറയുന്നില്ല. ഈ പറയുന്ന കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ട്രെയിനിൽ വെച്ച് കണ്ടതും ട്രെയിനിൽ വെച്ച് പ്രേമിച്ചതും ട്രെയിനിൽ വെച്ച് വിവാഹം കഴിച്ചതും പിന്നെ പഠിപ്പിച്ചതും സിനിമയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ ഭാര്യയെ സിനിമയ്ക്ക് വിട്ടതും ഒക്കെ ആരാണെന്ന് നമുക്കറിയാം. അത് രതീനെയാണ്. അങ്ങനെ വിട്ട ആളാണ് ഭർത്താവ്. സിനിമയിൽ കടക്കാനുള്ള വഴികൾ സൗഹൃദങ്ങൾ വഴി ശരിയാക്കി കൊടുത്തതും ഭർത്താവാണ്. അവൾ വലിയക്കെ വച്ചൊരു സിനിമ സംവിധാനം ചെയ്യുന്നു. എന്നിട്ടും പറയണം ഞാൻ മമ്മൂട്ടിയല്ല പറയുന്നത്. ഇപ്പോൾ അവൾ വലിയക്കയുടെ നിയന്ത്രണത്തിലാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, അടുത്ത ദിവസങ്ങളിൽ ഞാനത് പറയും. തുടക്കം മുതലേ വലിയക്ക ഇതിലൊക്കെ കയറി ഇടപെട്ടിട്ടും ഒരുപാട് കള്ളക്കളികൾ കളിച്ചതും ആണ്. പുള്ളിക്ക് വയസ്സുകാലത്ത് ഒരു സ്റ്റെപ്പിനി വെച്ചതാണ്. 74 വയസ്സുള്ള ഒരു മനുഷ്യൻ സ്റ്റെപ്പിനിയെ വെച്ചു എന്നാണ് പറയുന്നത്. ദ്രോഹി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവൻ തന്നെ ഒരു ഉളുപ്പുമില്ലാതെ പറയണം അവൻ ഭയങ്കര ചങ്കൂറ്റുള്ള പത്രപ്രവർത്തനം എന്നാണ് പറയുന്നത്. എന്നെ മുസ്ലിം തീവ്രവാദികൾ എന്തെന്ന് സുഡാപ്പികൾ എന്നെ കൊല്ലാൻ നടക്കുന്നു എന്നൊക്കെ പറയുന്ന ആളാണ് രാജൻ. എന്നിട്ട് ആ രാജൻ തന്നെ പറയുകയാണ് പുള്ളിക്ക് വയസ്സുകാലത്ത് ഒരു സ്റ്റെപ്പിനി വെച്ചതാണ്. വല്ലപ്പോഴും തോന്നിയാൽ ആവശ്യങ്ങൾ നടത്താൻ ഒരു സ്റ്റെപ്പിനി പറഞ്ഞാൽ കൂടിപ്പോവും എന്നും രാജൻ പറയുന്നു. വലിയക്കായ്ക്ക് അഭിനയിക്കാനായി നല്ലൊരു തിരക്കഥ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് പറ്റിയ സംവിധായകനും നിർമ്മാതാവിനും ഓക്കെ ആക്കി കൊടുക്കാറുണ്ട്. അതിലെന്താണ് തെറ്റ് രാജ?
ഇപ്പം ഞാൻ പറയാം, ഒരു തിരക്കഥ ജോഷി സാറിനെ വായിച്ച് കേൾപ്പിച്ചു ഒരു കൊച്ചു പയ്യൻ. ജോഷി സാർ വായിച്ച് കേട്ടിട്ട് മമ്മൂട്ടി വിളിച്ചു പറഞ്ഞു, എടാ മമ്മൂട്ടി, നമ്മുടെ കലു ഡെന്നീസിൻ്റെ മകനെ എന്നെ കൊണ്ടുവന്നൊരു തിരക്കഥ വായിച്ച് കേൾപ്പിച്ചു, നല്ല തിരക്കഥ കേട്ടോ, നീ അതൊന്ന് കേൾക്ക്. ആ പയ്യൻ മമ്മൂക്കയെ കാണുന്നു. അവൻ തിരക്കഥ വായിച്ച് കേൾപ്പിച്ചു. തിരക്കഥ വായിച്ച് കേട്ട് മുഴുവൻ കേട്ട ശേഷം അദ്ദേഹം ചോദിച്ചു, നീ നന്നായിട്ട് എഴുതിയല്ലടാ നിൻ്റെ അച്ഛനെ പോലെ, ആര് സംവിധാനം ചെയ്യണം, നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അയാൾ ജോഷി സാറിൻ്റെ പേരും വേറൊരു സംവിധായകൻ്റെ പേരും പറഞ്ഞു. ഇനി അതെന്തിനാണ് വിളിക്കുന്നല്ലേ, ഷാജി കൈലാസിൻ്റെ പേരും പറഞ്ഞു. അത് ശരി, ജോഷി അല്ലെങ്കിൽ ഷാജി കൈലാസ് അല്ലേ, എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ ഡയറക്റ്റ് ചെയ്തോ. അതാണ് ബസൂക്ക ഇപ്പോൾ വരാൻ പോകുന്ന സിനിമ. മലയാള സിനിമയിൽ ആര് പറയും? പക്ഷേ അതിനെ കുറ്റപ്പെടുത്തിയാണ് രാജൻ സംസാരിക്കുന്നത്. വലിയക്കയ്ക്ക് അഭിനയിക്കാനായി നല്ലൊരു തിരക്കഥ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് പറ്റിയ സംവിധായകനും നിർമ്മാതാവിനും ഓക്കെ ആക്കി കൊടുക്കാറുണ്ട്. മൂപ്പർ അഭിനയിക്കാത്ത സിനിമകൾക്കും ഇത്തരം വേലകൾ ചെയ്യുമെന്ന് ആദ്യമായി ഞാൻ കേൾക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകൾക്ക് പ്രൊഡ്യൂസറേയും സംവിധായകനെയൊക്കെ റെഡിയാക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ അദ്ദേഹം അഭിനയിക്കാത്തൊരു സിനിമയ്ക്കും അദ്ദേഹം ഒരു പ്രൊഡ്യൂസറെ റെഡിയാക്കി കൊടുത്തതെന്നാണ് പറയുന്നത്. ഈ പെണ്ണും പിള്ള ഇപ്പോൾ വലിയൊക്കെ ഇല്ലാതെ ഒരു രാത്രി പടം എടുക്കുന്നു. ഈ പറയുന്ന രതീന എന്ന് പറഞ്ഞ സംവിധായിക ഉണ്ടയ്ക്ക് ശേഷം ചെയ്യുന്ന പടം പാതിരാത്രി എന്നാണല്ലോ. പക്ഷേ അതിലെ പാതി ചങ്കൂറ്റം ഇല്ലാത്തതുകൊണ്ട് ഇയാൾ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പറയാണ്, ഈ പെണ്ണും പിള്ള ഇപ്പോൾ വലിയൊക്കെ ഇല്ലാതെ ഒരു രാത്രി പടം എടുക്കുന്നു. അതിന് കേരളത്തിലെ ഒരു ട്രാവൽസ് കമ്പനിയെ ശരിയാക്കി കൊടുത്തു വലിയക്ക. മുതലാളിയെ നിർബന്ധിച്ചു വലിയക്ക, നിനക്ക് പ്രൊഫഷണലായി വളരാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. ഈ വയസ്സുകാലത്ത് മോളെ പ്രായമുള്ള നീ എൻ്റെ കൂടെ വേണം. വലിയാക്കാനെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു ആവശ്യം. ഞാൻ കേൾക്കട്ടെ, ഇയാൾ പറയുന്നത് ശരിയാണെന്ന് വെച്ചോളൂ. ഈ പറയുന്ന പാതിരാത്രി എടുക്കുന്ന രതീന എന്ന് പറഞ്ഞ സംവിധായകയോട് മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് രാജൻ എന്ത് തെളിവുണ്ട്? ഇപ്പോൾ രാജൻ പറയുന്നതാണ്, എൻ്റെ തെളിവൊന്നുമില്ല, ഞാൻ മമ്മൂക്കയെ പറഞ്ഞിട്ടില്ല, രതീനയെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അരി ആഹാരം കഴിക്കുന്നവരെയൊന്നും പറ്റിക്കരുതേ എൻ്റെ പൊന്ന് രാജൻ ജോസഫ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയം അറിഞ്ഞ കുഞ്ഞിക്ക, ദുൽഖർ, ഈ വിഷയം അറിഞ്ഞ കുഞ്ഞിക്കയും മാനേജരും ഒക്കെ ഈ പെണ്ണുമ്പിള്ളയുടെ ഭർത്താവ് ആത്മകഥ എഴുതാൻ പോകുന്നു എന്നറിഞ്ഞ് അദ്ദേഹവുമായി ഏതാണ്ടൊക്കെ ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകളുടെ പുരോഗതിക്കനുസരിച്ച് ചിലപ്പോൾ കാര്യങ്ങൾ ഭംഗിയായി പരിഹരിച്ചേക്കാം. അതായത് ദുൽഖറും മാനേജരും കൂടെ ചെന്ന്, മാനേജർ എന്ന് പറയുമ്പോൾ ജോർജ് ആയിരിക്കും, അതാ എൻ്റെ ജോസഫ്, ആരോ ചെന്ന് ഈ പറയുന്ന രതീനയുടെ ആദ്യ ഭർത്താവ് ആത്മകഥ എഴുതാൻ പോകുന്നതിൽ അതിൽ നിങ്ങൾ ആത്മകഥയൊക്കെ എഴുതി മമ്മൂട്ടിയുടെ ബാപ്പയുടെ പേരൊന്നും അതിലുണ്ടാവരുതെന്നൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിന് മറുപടി എനിക്കില്ല. അത് ഈ വലിയക്കയുടെ മകനായ കുഞ്ഞിക്ക പറയട്ടെ. ഇല്ലെങ്കിൽ ആ ആത്മകഥ ഒരു വലിയ സ്ഫോടനമായി മാറും. അമീര ശിരസ്കന് എതിരെയും ഞാൻ പെട്ടെന്ന് അമീര ശിരസ്കൻ എന്ന് കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് നമ്മുടെ മൊട്ട അരുണിനെ കുറിച്ചാണ്. അപ്പോൾ അരുണിന് എന്തിനാണ് ഇയാൾ പറയണമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അല്ല, ഇയാൾ സിദ്ദിഖിനെ കുറിച്ച് പറയുന്നതാണ്. അമീര ശിരസ്കനെതിരെ ഹേമ കമ്മീഷനിൽ മൊഴിയുണ്ട് എന്നാണ് രാജൻ ജോസഫ് പറയുന്നത്. അദ്ദേഹം പുറത്തു വരും മുമ്പ് തന്നെ എല്ലാം വായിച്ചു. ആദ്യ ഭാര്യയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് അമീര ശിരസ്കനെതിരെ പുനരന്വേഷണം വേണമെന്നും രാജൻ ജോസഫ് പറയുന്നു. 10-20 വർഷം മുമ്പ് സിദ്ദിഖിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തില്ല. അതിനെപ്പറ്റി ഒരു പുനരന്വേഷണം വേണം എന്നാണ് രാജൻ ജോസഫ് പറയുന്നത്. പക്ഷേ പേര് പറയില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യാനുള്ള കാരണം ഇതാ വരികയാണ്. ഇതിൻ്റെ പിന്നാലെ അയാൾ പറയുകയാണ്, ഒരു ശാന്തിവിള ദിനേശുണ്ട്, പരസ്പര വിരുദ്ധമായി എന്തെങ്കിലുമൊക്കെ പറയുക. കുറേ കാലം ഭാഗ്യലക്ഷ്മിക്ക് എതിരെയായിരുന്നു, എന്തെല്ലാം ഇയാൾ പറഞ്ഞു. അവസാനം അത് കേസും കോപ്പുമൊക്കെ ആയി. എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതാണ് എൻ്റെ സ്വഭാവം എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ഭാഗ്യലക്ഷ്മിയെ അനാവശ്യം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കോടതിയിൽ കേസായതുകൊണ്ട് ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. ഞാൻ ആകെ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ഭാഗ്യലക്ഷ്മി എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. ഭാഗ്യലക്ഷ്മി സത്യം പറയാൻ, ഞാൻ തുറന്നു പറയാൻ, എനിക്കിപ്പോഴും ഭാഗ്യലക്ഷ്മി ഇഷ്ടവുമാണ്. കാരണം സീറോയിൽ നിന്ന് വളർന്നു വന്ന ഒരു കലാകാരിയാണ്. ഞാനാകെ ആ പ്രോഗ്രാമിൽ പറഞ്ഞത് ദിലീപും മഞ്ജു വാര്യരും ചെയ്തതുപോലെ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം ദിലീപിനോട് കുത്തി പത്രക്കാർ ചോദിക്കുമ്പോൾ പറയും, എൻ്റെ മോളുടെ അമ്മയല്ലേ, മീനൂട്ടിയുടെ അമ്മയെപ്പറ്റി ഞാൻ ഒന്നും പറയില്ല. മഞ്ജു വാര്യരോട് ചോദിച്ചാൽ മഞ്ജു പറയും, അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ. രണ്ടുപേരും പരസ്പരം ചെളിവാരി അറിഞ്ഞില്ല. അതുപോലെ വേണം ഭാഗ്യലക്ഷ്മി നിങ്ങൾ കഴിയേണ്ട. അതിന് പകരം നിങ്ങളുടെ മുൻ ഭർത്താവിനെയും, ബന്ധം വിടർത്തിപ്പോയ മുൻ ഭർത്താവിനെയും, നിങ്ങളുടെ മുൻ കാമുകനെയും, ജോൺ ബിട്ടാസിനും അടക്കമുള്ള ചില ചാനലുകളിൽ ചെന്നിരുന്ന്, ബിട്ടാസിൻ്റെ ഷോയിലൊക്കെ ചെന്നിരുന്ന് അവർ രണ്ടുപേരും തല്ലിപ്പൊളികളാണ്, ആണല്ല,
ഞാനാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇനിയെങ്കിലും സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് പറ്റിയൊരു കുഴപ്പം, അവർ ഒരു ചെറുപ്പക്കാരൻ്റെ ദേഹത്ത് കീലൊക്കെ ഒഴിച്ചല്ലോ, വിജയകുമാർ. ആ വിജയകുമാറിനെ കീലൊഴിക്കുന്ന അല്ലെങ്കിൽ വിജയകുമാറിൻ്റെ പ്രോഗ്രാം വന്നതിൻ്റെ അന്നാണ് കഷ്ടകാലത്തിന് എൻ്റെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ഈ പ്രോഗ്രാം വന്നത്. എനിക്ക് തോന്നുന്നു ഭാഗ്യലക്ഷ്മി ഞാൻ പ്ലാൻ ചെയ്ത്, രണ്ടുപേരും ഒന്നിച്ച് പ്ലാൻ ചെയ്തതാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അവർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത വിജയകുമാറിനെതിരെ കൊടുത്ത കേസിൽ വിജയകുമാറിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ദിലീപ് തന്ന കാശ് വെച്ച് ഞാനാണ് വിജയകുമാറിന് കൊടുത്തതെന്നാണ് പറഞ്ഞത്. പോലീസുകാർ വിജയകുമാറിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ശാന്തിയുള്ള ദിനേശിനെ അറിയാമോ? അറിയാം എന്ന് പറഞ്ഞു. എത്ര വർഷമായിട്ട് അറിയാം? 10-30 വർഷമായിട്ട് അറിയാം. ഓ അത് ശരി, എഴുതി. നിങ്ങൾ അവസാനമായി സംസാരിച്ചപ്പോഴാണ് മിനിമം ഒരു 20 വർഷം വരും. 20 വർഷം മുമ്പ് സംസാരിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ വിജയകുമാറിനെ കണ്ടിട്ടില്ല. കാരണം അയാൾ ഭാരതീയ വിചാര കേന്ദ്രമോ എന്തൊക്കെയോ ഇതായിട്ട് അയാളങ്ങ് പോയി. പക്ഷേ ഭാഗ്യലക്ഷ്മി തെറ്റിദ്ധരിച്ചത് ഞാനും വിജയകുമാറും കൂടെ ചേർന്ന് ഇവക്കൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചത് സത്യത്തിലല്ല. ഈ അടുത്ത കാലത്ത് ഭാരത് ഭവനിൽ ആരോ മരിച്ച് ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ക്യാമറ ഷൂട്ട് ചെയ്യായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ഞാനവിടെ സിനിമാക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, രഞ്ജിത്തൊക്കെയായിട്ട്. ഞങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എൻ്റെ അമ്മ പഠിപ്പിച്ചൊരു പാഠം കൊണ്ടു കിടക്കുന്ന ആളാണ്, ദുഷ്ടനെ കണ്ട ദൂരെ ദൂരെ. ഞാൻ ഈ കേസ് കൊടുത്ത ശേഷം ഭാഗ്യലക്ഷ്മി നിൽക്കുന്നിടത്ത് പോവേയില്ല, ഭാഗ്യലക്ഷ്മിയുടെ മുഖത്ത് നോക്കേയില്ല. ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് എൻ്റെ മുമ്പ് വന്ന് സാരി എൻ്റെ ദേഹത്ത് തട്ടുന്നുണ്ട്. അങ്ങനെ നിന്നു ഭാഗ്യലക്ഷ്മി. ഞാൻ ഉണ്ടാതിരുന്നു. അവിടുന്ന് പതുക്കെ അങ്ങോട്ട് മാറി. എന്നെ സീരിയലിൽ പറ്റിച്ചൊരുത്തുണ്ടല്ലോ, നിർമ്മാതാവെന്നുകൊണ്ട് പറ്റിച്ച്, അവനടക്കം നിൽക്കുന്നിടത്ത് പോയി നിന്നു. അപ്പം നമ്മുടെ എന്താ പറയുക, പേരെന്തിനു വിളിക്കുന്നല്ലേ, നമ്മുടെ ഷോഫി തിലകൻ, മഹാനായ ഷോഫി തിലകൻ, തിലകനേക്കാളും ഷമി തിലകനേക്കാളും ഇപ്പോൾ വലിയ പ്രശസ്തിയുള്ള ഷോഫി തിലകൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവർ ചോദിക്കുകയാണ്, എടാ ഷോഫി, ശാന്തുള്ള ഇരിക്കണ്ട, ഉടക്ക്. പക്ഷെ അപ്പോഴ് ഷോഫി പറയേണ്ടിയിരുന്നത്, ചേച്ചി ഞാൻ ഉടക്കൂല ചേച്ചി, എനിക്കൊരുപാട് സഹായങ്ങൾ ചെയ്തു തന്ന ആളാണ് ചേച്ചി അയാളെന്ന് പറയുന്നതിന് പകരം ഷോഫി പറയുകയാണ്, സംസാരിച്ചാൽ അടി കൊടുക്കേണ്ടി വരും. വിവരം അറിയും ഷോഫി, സംസാരിച്ചാൽ അടി കൊടുക്കാൻ ഇനി വന്നിരുന്നെങ്കിൽ അവിടെ ഇട്ട് മരണ സ്ഥലമാണെന്ന് പോലും നോക്കില്ലായിരുന്നു. അവൻ പറയുകയാണ്, അലച്ചോക്ക് എത്ര അഹങ്കാരമെന്ന് അലച്ചോക്കൂ. കുറച്ച് അച്ഛൻ മരിക്കുകയും ജ്യേഷ്ഠനൊന്ന് ഒതുങ്ങിപ്പോവുകയും ചെയ്തപ്പോൾ ഒരു കരകര ശബ്ദമുള്ളതുകൊണ്ട് അവൻ വിചാരിക്കുന്ന വലിയ ഏതൊരു സെറ്റപ്പിലെത്തിയെന്നാണ്. ഒരിക്കലും ഷമ്മി പറഞ്ഞാൽ പോലും ഷോഫി പറയാൻ പാടില്ല, അത്രയ്ക്ക് സഹായം ചെയ്തവനാണ് ഞാൻ. അവിടെ വന്നിട്ട് ഭാഗ്യലക്ഷ്മിയോട് പറയുകയാണ്, അത് സംസാരിക്കാൻ പോയാൽ കൈവയ്ക്കേണ്ടി വരും, കൈവച്ചാൽ വിവരം അറിയും, നിൻ്റെ വോക്കൽ കോടെങ്കിലും ഞാൻ ഇടിച്ച് പൊട്ടിക്കും. അത് പോട്ടെ, ഞാനിത് വക്കീൽ എന്നെ ഇത് പ്രോഗ്രാം കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, സാറേ അതൊന്നും എടുത്തു വയ്ക്കണേ, നമുക്ക് കോടതിയിൽ ഒരു തെളിവാണ്, സാറിൻ്റെ പിന്നാലെ നടന്ന് ശല്യം. ഞാൻ പറഞ്ഞു, അയ്യേ അത് കാര്യമാക്കണ്ട, അത് വിട്ടേക്ക്. ഞാനിപ്പോഴും ഇതാ ഇതിൽ കൂടെ പറയുന്നു, കേസ് നടക്കുകയാണല്ലോ. ആ കേസിൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ആ കേസ് കഴിഞ്ഞ് ഭാഗ്യലക്ഷ്മി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് ചെന്ന്, സുഖമാണോ ഭാഗ്യലക്ഷ്മി, എനിക്ക് യാതൊരു വിരോധവും ഇല്ല തന്നോട് എന്ന് ഞാൻ പറയും. എനിക്കത്രയേ ഉള്ളൂ. പക്ഷേ ഇയാൾ പറയുന്നത്, ഈ രാജൻ ജോസഫ് പറയുന്നത്, കുറേ കാലം ഭാഗ്യലക്ഷ്മിക്കെതിരെ ആയിരുന്നു, എന്തെല്ലാം അവരെ പറ്റി പറഞ്ഞു, അവസാനം കേസും കോപ്പും ഒക്കെ ആയി, എന്തെങ്കിലുമൊക്കെ പറയുക. ഡയറക്ടർ എന്നാണ് പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും ഈ പ്രോഗ്രാമിനിടയിൽ എവിടെയെങ്കിലും ശാന്തിയുള്ള ദിനേശ് സിനിമാ സംവിധായകൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നെ പരിചയപ്പെട്ട 100 കണക്കിന് പേര് എൻ്റെ പ്രോഗ്രാം കാണുന്നവരുണ്ടല്ലോ, ആരോടെങ്കിലും ഞാനൊരു സിനിമാ സംവിധായകനാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റായ 300 എപ്പിസോഡ് പോയ ഒരു സീരിയലിൻ്റെ ഡയറക്ടറാണെന്ന് ആരോടെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? പക്ഷെ രാജൻ പറയുന്നത് ഡയറക്ടർ എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ സിനിമയെ എടുത്തുള്ളൂ, പിന്നെ ആ വഴിയെ ഒരൊറ്റ നിർമ്മാതാക്കൾ പോയിട്ടില്ല. ആ സിനിമ ബോക്സ് ഓഫീസ് ഹിറ്റാവുകയും മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച സിനിമയായി മാറുകയും ഇദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ട് പിന്നാലെ ഒരു നിർമ്മാതാവും അദ്ദേഹത്തിൻ്റെ സിനിമ നിർമ്മിക്കാനായി തയ്യാറായിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു നടന്മാരും ഇദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഇദ്ദേഹത്തിനൊരു സ്ക്രിപ്റ്റും കൊടുത്തിട്ടില്ല. മേപ്പോട്ട് നോക്കി നടക്കുകയാണ്. രാജ വെല്ലുവിളിക്കുന്നു. രാജ, ഞാൻ 3.5 വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ഒരാളാണ്. നല്ല തന്തയ്ക്ക് പറഞ്ഞവനായോണ്ട് ചോദിക്കുകയാണ്, രാജ, ഞാൻ ഏതെങ്കിലും ഒരു നിർമ്മാതാവിനോട് എനിക്കൊരു സിനിമ ചെയ്യാൻ ഒരു അവസരം തരൂ എന്ന് പറഞ്ഞു എന്ന് രാജൻ തെളിയിച്ചാൽ ഞാൻ ഈ ചാനൽ നിർത്തും. ഏതെങ്കിലും ഒരു നടനോട്, ആകപ്പാടെ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരാളിനോട് ഉണ്ണികൃഷ്ണൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അവൻ എനിക്കിട്ട് പണിഞ്ഞതുകൊണ്ട് ഞാൻ അത് ആ പ്രോജക്റ്റേ വേണ്ടെന്ന് വെച്ചു. ഞാൻ ഏതെങ്കിലും ഒരു നടനോട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണല്ലോ മമ്മൂക്ക, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ മമ്മൂക്കയാണ്. എന്നെ ഇഷ്ടമില്ലായിരിക്കാം, കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിലും പുറപ്പാടിലുമൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. അദ്ദേഹത്തെക്കുറിച്ച് 48 ആഴ്ച സിനിമാ മംഗളത്തിൽ എഴുതിയ ആളാണ് ഞാൻ, സിനിമാ ലൈഫിനെക്കുറിച്ച്. ഞാൻ എവിടെയെങ്കിലും വെച്ച് മമ്മൂക്ക ജീവിക്കാൻ നിവർത്തിയില്ല. ഒരു ഡേറ്റ് തന്ന് സഹായിക്കുമെന്ന് പറഞ്ഞു എന്ന് രാജൻ തെളിയിക്ക്
പരസ്യമായി ഞാൻ പറഞ്ഞിട്ട് ഈ ചാനൽ അവസാനിപ്പിക്കാം. ഒരാളിനെ പറ്റി പറയുമ്പോൾ പഠിച്ചിട്ട് പറയണം രാജൻ ഒരു പടം ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ തന്നെ പറയല്ലേ. എൻ്റെ പടം മോശമാണെന്ന് രാജന് പറയാനുള്ള അവകാശമുണ്ട്. രാജൻ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ പടത്തിൽ അഭിനയിച്ചതിന് മികച്ച രണ്ടാമത്തെ നടൻ്റെ അവാർഡ് ലാല് നേടിയിട്ടുണ്ട്. രാജൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എൻ്റെ സിനിമ പൊളിഞ്ഞപ്പോൾ എൻ്റെ നിർമ്മാതാവായ സുകുമാരൻ ഷാർജോട് ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ദിനേശേ, ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ ഒന്നിൽ ലാഭം, ഒന്നിൽ വലിയ ലാഭം, ഒന്നിൽ നഷ്ടം, ഒന്നിൽ പരാജയം ഒക്കെ വരും. പക്ഷേ എൻ്റെ ബിസിനസ്സുകൾക്ക് സുകുമാരൻ ഷാർജ എന്നുള്ള പേര് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ഗുണമുണ്ട് ദിനേശേ. ആ പടം തീർക്കാൻ ഞാൻ തന്നിരുന്ന എമൗണ്ട് 75 ലക്ഷം രൂപയിൽ തീരാതെ പോയപ്പോൾ 7 ലക്ഷം രൂപ 8 രൂപ പലിശയ്ക്ക് എടുത്ത് ദിനേശ് തീർത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രയാസമുണ്ടായി. ദിനേശ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ആ 7 ലക്ഷം കൂടെ തരില്ലേ എന്ന് ചോദിച്ച സുകുമാരൻ ഷാർജയാണ് രാജ എൻ്റെ പ്രൊഡ്യൂസർ. ഞാൻ ഒരാളെ വലിപ്പിച്ചിട്ടില്ല രാജ. ഞാനൊരു മാക്കലി പുറപ്പാട് ചെയ്ത മാക്കലി മഞ്ഞളാംകുഴി അലി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ രാജൻ ചൗധരി ഞാനുമായിട്ടുള്ളൊരു ആത്മബന്ധം അദ്ദേഹം പറഞ്ഞു തരും. പടം പൊളിഞ്ഞിട്ട് പോലും പുറപ്പാട് പൊളിഞ്ഞ ശേഷമാണ് എൻ്റെ പ്രതിഫലം തന്നെ. എവിടെയെങ്കിലും വെച്ച് മഞ്ഞളാംകുഴി അലിയെ കണ്ടപ്പോൾ എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, എനിക്കൊരു സിനിമ ചെയ്യാനായിട്ട് നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല രാജ. ഒരുത്തിൻ്റെയും പറയില്ലെന്ന്. ഇപ്പോൾ ഇതെന്താ സീരിയൽ ചെയ്യാത്ത? ഒരു ചാനൽ മുതലാളിയും കാലെ പിടിക്കാൻ വയ്യാന്ന് എനിക്ക്. ഞാൻ ചെയ്ത വലയം 300 എപ്പിസോഡ് റേറ്റിങ്ങിൽ 1ാമതും 2ാമതുമായിട്ട് പോയ സീരിയലാണ്. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ചോദിക്കും, ജോലയായി എന്ന് പറഞ്ഞ മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത സീരിയലും എൻ്റെ വലയം എന്നുള്ള സീരിയലും കൂടെ പോയതെങ്ങനെയെന്ന് അന്വേഷിക്കും. ആളുകളെ മനസ്സിലാക്കി സംസാരിക്കണം രാജൻ പറയുന്നത് ഞാൻ മേലോട്ട് നോക്കി നടക്കുന്നു. എനിക്ക് മേലോട്ടൊന്നും നോക്കി നടക്കണ്ട. എനിക്ക് അല്പം എന്തെങ്കിലും മനപ്രയാസമോ BP കൂടി അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വയലിൽ പോയിട്ട് 25 നേന്ത്രവാഴയ്ക്ക് വെള്ളം കോരും, എൻ്റെ BP ഡൗൺ ആവും. അതോടുകൂടി ഞാൻ നോർമലാവും. എനിക്ക് ഒരുത്തൻ്റെ ഓശാരം വേണ്ട പിന്നെ രാജനെയൊക്കെ പോലെ വെള്ളം അടിക്കാതെ നടക്കുന്നു. അതുമാത്രമാണ് എൻ്റെ ഒരു കുഴപ്പം. വെള്ളം അടിയും വ്യഭിചാരവും ഇല്ല, നോണും കഴിക്കില്ല. ലളിത ജീവിതമാണ് എന്നെ അങ്ങ് വെറുതെ വിട്ടരേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അയാൾ ഒരു കമ്പയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, തേങ്ങ വെട്ടാനായിട്ട് ഒരുത്തനെ വിളിച്ചാൽ മൂത്ത തേങ്ങ, ഇളം തേങ്ങ, ഇളനീര് ഇതൊക്കെ നിർത്തിയിട്ട് അതിനേക്കാളും മോശമായ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത തേങ്ങ വെട്ടിയിടുന്നവനെ നല്ല തെങ്ങ് വെട്ടുകാരനെന്ന് പറയാൻ കഴിയില്ല. തേങ്ങയുടെ മൂത്തതോ ഇളയതൊന്നും അറിയാത്ത ഒരുത്തനി നല്ല തേങ്ങ വെട്ടുകാരനെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ പ്ലംബിങ്ങിന് വിളിച്ചാൽ, ഇതൊക്കെയാണ് രാജൻ പറയുന്നത്. എനിക്കൊന്ന് രാജൻ പ്ലംബറായിരുന്നു തോന്നുന്നു. പ്ലംബിങ്ങിന് വിളിച്ചാൽ യഥാർത്ഥത്തിൽ പൈപ്പുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ അറിഞ്ഞാത്തവനെ എങ്ങനെ പ്ലംബർ എന്ന് പറയുന്നത് പോലെ സിനിമ എന്ന് പറഞ്ഞ പണി അറിയാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരൊറ്റ സിനിമ ചെയ്തിട്ട് നിൽക്കുകയാണ്. ആരെങ്കിലും ഒരു സിനിമ ഇയാൾക്ക് കൊടുക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. രാജൻ ജോസഫ് നുണ പറയില്ല എന്നാണ് പിന്നീട് പറയുന്നത്. അല്പം അഗ്രസീവാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഷാർപ്പാണെന്നും അദ്ദേഹം പറയുന്നു. ഈ സ്വയം വിലയിടരുത് അതൊക്കെ ഞങ്ങളാണ് പറയേണ്ടത്. രാജൻ ജോസഫ് എന്ന് പറയുന്ന ആൾ അഗ്രസീവല്ല, ഒരു നേരവും ബോധമില്ലാത്ത വെള്ളം അടിച്ച് നടക്കുന്ന ഒരുത്തനാണെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെപ്പറ്റി ഒരു ബൈറ്റ് കൊടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, തലയ്ക്ക് സുഖമില്ലാത്ത ഒരുത്തനെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്നെ വട്ടൻ എന്നാണ് അയാൾ വിളിച്ചത്. ഭ്രാന്തൻ എന്നാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു അയാൾ വട്ടനാണ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നതാണെന്ന് പറഞ്ഞു. എന്നാലും എന്നെപ്പറ്റി മയത്തിലാണ് പറഞ്ഞത് എന്നാണ് രാജൻ പറഞ്ഞത്. ഇതിനേക്കാളും ഷാർപ്പായിട്ട് പറയാനിരുന്നതാണ്, പക്ഷേ മയത്തിലാണ് പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു. രാഹുൽ ഈശ്വറിനെ പോലെ, പൂഞ്ഞാർ ജോർജിനെ പോലെ ആണ് ശാന്തിയുള്ള ദിനേശ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 3 പേരും 3 അച്ഛനുണ്ടായതല്ലേ ഒരിക്കലും ഒരേ സ്വഭാവമായിരിക്കില്ല. 100% രാജനെ പോലെ പെർഫെക്റ്റ് അല്ല ഞാൻ. രാജൻ 100% എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആണെന്ന് വെച്ചോ. രാജൻ ജോസഫിനോട് എനിക്ക് പറയാനുള്ളത്, തനിക്ക് ആൾ മാറിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. തന്നെ പോലെ പരദൂഷണം, വർഗീയ കുത്തിത്തിരിപ്പ്, സുഖിപ്പിക്കൽ, ജലരമാത്രം, ഇതൊന്നും എനിക്ക് വശമില്ല ഇതിൻ്റെ ബാക്കി കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് അമ്മയുടെ ജനറൽ ബോഡിയിൽ ഗണേശൻ, മുകേഷ് പത്രക്കാരോട് തട്ടിക്കയറിയതാണ് രാജന് ദേഷ്യം വന്ന അടുത്ത കാര്യം. മമ്മൂട്ടിയും ഗണേശനും മുകേഷും ഉള്ളതിനാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരില്ല എന്നാണ് രാജൻ പറഞ്ഞത്. നമ്മൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന ഇന്ന് ഉച്ചയ്ക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. പക്ഷേ രാജൻ ജോസഫ് അടിവരയിട്ട് പറയുന്നു, മമ്മൂട്ടിയും ഗണേശകുമാരനും മുകേഷും ഉള്ളതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരില്ല. മമ്മൂട്ടിക്ക് ആർജവമുണ്ടെങ്കിൽ റിപ്പോർട്ട് പുറത്തു വിടാൻ പറയണം, വാ തുറക്കണം മമ്മൂട്ടി എന്നാണ്. മമ്മൂട്ടി ആരോട് പറയണം? പിണറായി വിജയനോടാ. പിണറായി വിജയന് മമ്മൂട്ടി പറഞ്ഞു കൊടുത്താലേ അറിയാവോ വിടണോ വിടണ്ടേ എന്ന് തീരുമാനിക്കാൻ. എന്തോന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങളുടെ പേര് മൊഴിയില്ലെങ്കിൽ പുറത്ത് വിടാൻ പറ. അതായത് മമ്മൂട്ടിയുടെ പേരില്ല എങ്കിൽ അത് മമ്മൂട്ടിക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്നേ? ഹേമ റിപ്പോർട്ടിൽ എൻ്റെ പേരുണ്ടോ എന്ന് മമ്മൂട്ടിക്ക് എങ്ങനെ അറിയാം? സർക്കാർ ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ സാംസ്കാരിക സെക്രട്ടറി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നൊരു ഫയൽ, അതിൽ മമ്മൂട്ടിയുടെ പേരുണ്ടോ എന്ന് മമ്മൂട്ടിക്ക് എങ്ങനെ അറിയാം? ഇദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ പേര് മൊഴിയില്ലെങ്കിൽ പുറത്ത് വിടാൻ പറയും, പത്രക്കാർക്ക്
മൊഴി വെട്ടാതെ കൊടുക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. കോടതിയിലൊക്കെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണ്ടല്ലോ എന്ന് രാജൻ പറഞ്ഞു. രാജൻ ഒരു ഭയങ്കര രസം എന്താണെന്ന് വെച്ചാൽ, രാജൻ എന്നെ തെറി വിളിക്കുന്ന പ്രോഗ്രാം പുറത്തു വിട്ടോടെ തന്നെ UK നിന്നൊരാൾ രാജനെ വിളിച്ചിട്ട് പറഞ്ഞു, രാജാ, നമ്മൾ തമ്മിലുള്ള സൗഹൃദം കൊണ്ട് പറയുകയാണ്, നീ ആ ശാന്തിയുള്ള ദിനേശനെ പറഞ്ഞത് ശരിയായില്ല. അയാൾ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്ന ആളല്ല. അയാളുടെ പ്രോഗ്രാമൊക്കെ ഞാനും കാണുന്നതാണ്. രാജൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അയാളൊരു സിനിമ സീരിയൽ എന്തോ എടുത്ത് അയാളുടെ കിടപ്പാടം പോയി 1 കോടി രൂപയോ 1.5 കോടി രൂപയ്ക്കോ ബാങ്ക് ജപ്തി ചെയ്തു. എൻ്റെ വീട് ബാങ്ക് ജപ്തി ചെയ്തതല്ല. ഞാൻ 1 കോടി രൂപ 1,18 ലക്ഷം രൂപ വരെ കടം വന്നപ്പോൾ ശാന്തിയുള്ള ദിനേശിനെ ദിനേശ് ചേട്ടാ, ദിനേശ് സാർ, ദിനേശ് ജി എന്നൊക്കെ വിളിക്കുന്നവരുടെ ഭാഷ മാറുന്നു എന്ന് കേട്ടപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 5,000 രൂപ വെച്ച് പലിശ കൊടുത്ത് 1 ലക്ഷം രൂപയ്ക്ക് 1,65,000 രൂപ പലിശ കൊടുത്ത് കഴിയുമ്പോഴും പലിശ വാങ്ങാൻ വരുന്ന പലിശക്കാരൻ, ദിനേശ് ചേട്ടാ 3 മാസത്തിനകം തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് വർഷം എത്രയെന്നറിയോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കഴിഞ്ഞ 2 വർഷമായിട്ട് പലിശ കൊടുക്കുന്നില്ല. അങ്ങനെ നിവർത്തികേട് കൊണ്ട് 58 ലക്ഷം രൂപയുടെ സീരിയലെടുത്ത കടം 1,18 ലക്ഷം രൂപയായിട്ട് വളർന്നപ്പോൾ ജീവിതം ദുസ്സഹമായി മാറുകയും ആ വലിയ കൊട്ടാരം പോലുള്ള വീടിനകത്ത് ഞാനും ഭാര്യയും മോനും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എൻ്റെ ബന്ധുക്കൾ പോലും അന്വേഷിക്കാത്തൊരവസ്ഥ വരികയും, കാരണം വന്നാൽ കടം ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വരില്ല. അവസാനം ഞാനത് 1,65 ലക്ഷം രൂപ പറഞ്ഞിട്ട് കൊടുക്കാതെ 2 കോടിക്ക് താഴെ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. കാരണം എൻ്റെ മോൻ ഒരു 50 വർഷം ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ച വീടല്ലേ, ചുടുകട്ടയും മണലും കൊണ്ട് മാത്രം വെച്ച വീടാണ്. 1,65 ലക്ഷം രൂപ പറഞ്ഞ ആളിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് 1,30 ലക്ഷം രൂപയ്ക്ക് വിറ്റ ഹതഭാഗ്യനാണ് ഞാൻ. 65 ലക്ഷം രൂപയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ 35 ലക്ഷം രൂപ മിച്ചം കിട്ടിയത്. ആ 1,30 ലക്ഷം രൂപ കൈ കിട്ടിയപ്പോൾ 1,18 ലക്ഷം രൂപ കടം, ഒരാളുടെയും പൈസ ഇല്ലാതെ കടം തീർത്തിട്ട് മകനെ ബാക്കി പൈസ കൊണ്ട് ഒരു MBA കാരനുമാക്കിയിട്ട് 18,000 രൂപ കൊടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് ഞാൻ. 16,000, ഇപ്പോൾ 18 പക്ഷേ ഈ UK നിന്ന് വിളിച്ച ആളിനോട് എന്നെ എന്തോ അദ്ദേഹത്തിൻ്റെ ഒരു സിമ്പതിയുണ്ട്. അദ്ദേഹം പറയാണ്, ദുർബലരെ അറ്റാക്ക് ചെയ്യരുത്. അയാൾക്ക് ഇപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് 35,000 രൂപ എന്തോ കിട്ടും. ആ 35,000 രൂപ കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത്. നീ എന്തിനാണ് അയാളെപ്പറ്റി അനാവശ്യം പറയുന്നതെന്നൊക്കെ പറഞ്ഞ് രാജനെ പറയുന്നത്, രാജൻ തന്നെ ഒരു എപ്പിസോഡിൽ ഓഡിയോ കേൾപ്പിച്ചു അദ്ദേഹം പറയുന്ന മെസ്സേജ്. അത് കേട്ടോടെ രാജൻ പറയാണ്, ഞാൻ ദുർബലനായ ഒരാളെ അറ്റാക്ക് ചെയ്യില്ല. ഈ ജയനും നസീർ സാറും കൂടെ ഏതോ പടത്തിൽ പറയുമല്ലോ, അടികൊണ്ട് വീണ് കിടക്കുന്നവനെ തല്ലരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നസീർ സാർ ചാടി വെച്ചിട്ട് എൻ്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ അനുജ എന്ന് വിളിക്കും പോലെ. രാജൻ ദുർബലനാണ്. രാജന് മദ്യപാനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. രാജന് വ്യക്തമായ ഒരു ജോലി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. രാജൻ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഞാൻ സസ്പെൻസ് പൊട്ടിക്കുന്നില്ല. അങ്ങനെ രാജനെ അദ്ദേഹം വിളിച്ച് സംസാരിച്ചതുകൊണ്ട് ഞാൻ ഇനി ശാന്തിയുള്ള ദിനേശിനെ ദിനേശ് ചേട്ടാ എന്നേ വിളിക്കുള്ളൂ എന്നും ദിനേശ് ചേട്ടനെ ഞാൻ വിളിക്കുമെന്നും ഇനി ഞാൻ ദിനേശ് ചേട്ടനെ പറ്റി മോശം വാക്ക് പറയില്ല എന്നും അദ്ദേഹം ഒരു ദുർബലനായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വെറുതെ വിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കുറേ സംസാരിച്ചു. ഞാനത് കേട്ടപ്പോൾ എനിക്ക് അതും ആരൊക്കെ അയച്ചു തന്നു. ഞാനത് കേട്ടപ്പോൾ ആലോചിച്ചു, അയ്യോ ഞാൻ വട്ടൻ എന്ന് വിളിച്ചത് ചുമ്മാ അല്ല, യവൻ വട്ട് തന്നെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. ഇന്നലെ രാത്രി 1 മണി കഴിഞ്ഞു. അപ്പോൾ 12:01 ഞാൻ ഇനി കേരള മുഖ്യമന്ത്രി വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല. അതെൻ്റെ ഞാനൊരു പ്രിൻസിപ്പലാണ്, എൻ്റെ ഒരു നിയമമാണ്. രാത്രി 12 മണി വരെ ഫോൺ എടുക്കും. 12:01 എടുക്കില്ല. ഇന്നലെ രാത്രി ഒരു 1:35 എനിക്കൊരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഫോൺ വിളിക്കുന്നു. ഞാൻ എടുത്തില്ല. പകരം ഞാൻ അതിൽ ഒരു മെസ്സേജ് അയച്ചു, നാളെ 12 മണിക്ക് മുമ്പ് വിളിക്കൂ. വീണ്ടും അടിക്കുന്നു. ഞാൻ വീണ്ടും അയച്ചു, 12 മണിക്ക് മുമ്പ് വിളിക്കൂ. അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, എൻ്റെ പേര് രാജൻ ജോസഫ്, എനിക്ക് താങ്കളോട് ഈ രാത്രി സംസാരിക്കണം. 1.5 മിനിറ്റ് അനുവദിച്ചാൽ മതി. വേണമെങ്കിൽ താങ്കൾക്ക് അത് റെക്കോർഡ് ചെയ്യാം. എന്തൊക്കെയോ എഴുതി വിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഓഡിയോ മെസ്സേജ് അയച്ചു. ഞാൻ താങ്കളോട് 1.5 മിനിറ്റ് ചോദിച്ചിട്ട് താങ്കൾ അത് തന്നില്ലല്ലോ, എനിക്ക് താങ്കളോട് സംസാരിക്കണമെന്നാണ്, ഇനി താങ്കൾ തീരുമാനിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു മെസ്സേജ്, വോയിസ് മെസ്സേജ്. അപ്പം ഞാൻ കള്ളമാണ് പറയുന്നെങ്കിൽ വോയിസ് മെസ്സേജ് ഇതിലുണ്ടല്ലോ. ഞാനൊന്നും പഠിക്കാതെ രാജനെ അങ്ങോട്ട് വിളിച്ചു. രാജൻ ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ആ രാജ, ഞാൻ ശാന്തിയുള്ള ദിനേശ് എന്ന് പറഞ്ഞു. രാജൻ ശരിക്കും പറഞ്ഞാൽ കിടുങ്ങി എന്ന് പറയാം. രാജൻ തുറന്നു പറഞ്ഞു, ദിനേശ് ചേട്ടാ നിങ്ങൾ ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ പറഞ്ഞു, രാജ ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. 1.5 മണിക്കൂറോളം, 1 മണിക്കൂർ 35 മിനിറ്റ് രാജ എന്നോട് സംസാരിച്ചു.
അപ്പോൾ രാജൻ പറയുന്ന, ഞാൻ രാജന് ഓരോ ഇതിൽ പറഞ്ഞ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രോഗ്രാമിലെ ഓരോ വരികളായി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ മമ്മൂട്ടി എന്തിനാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? മമ്മൂട്ടി അങ്ങനെ നിങ്ങൾക്ക് പറയാവുന്ന, തെറി വിളിക്കാവുന്ന ഒരാളാണോ? നിങ്ങൾക്ക് രതീനെ അറിയില്ലാത്തതുകൊണ്ടാണ്. അവരുടെ ഭർത്താവും അവരുമായിട്ടുള്ള പ്രശ്നത്തിൽ നിങ്ങൾ എന്തിനാണ് മമ്മൂട്ടിയെ കുഴയ്ക്കുന്നത് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് ചോദിച്ചു. രാജൻ ഇങ്ങോട്ട് പറയാനുള്ള എല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ട് രാജൻ എന്നോട് ചോദിക്കുകയാണ്, ദിനേശ് ചേട്ടാ, നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ, നിങ്ങളുടെ 3.5 വയസ്സിൽ നിങ്ങളുടെ അച്ഛൻ മരിച്ചു എന്ന് ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ അച്ഛൻ 20 വയസ്സ് കഴിഞ്ഞ്, എനിക്ക് 20 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മരിച്ചത്. എന്നാലും എനിക്ക് ആ ദുഃഖം മനസ്സിലാവും. എനിക്ക് നിങ്ങളുടെ ഇന്നലെകൾ ഒരു പ്രോഗ്രാം ചെയ്യണം, സമ്മതിക്കുമോ? ഞാൻ പറഞ്ഞില്ല. ഞാൻ അമേരിക്കയിലുള്ള ഒരു ചാനലിന് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള എല്ലാം കൊടുത്തു. അത് അമേരിക്കയിലല്ലേ, ഞാൻ അത് വേണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെ രാജൻ ഒരുപാട് നേരം സംസാരിച്ചു. എന്നിട്ട് രാജൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യട്ടെ ദിനേശ് ചേട്ടാ, ഞാനിതെല്ലാം വെച്ചിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്തോട്ടെ, നിങ്ങളെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണോ പറയാം. എന്നെ വിളിച്ച് കുറേ തെറി പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഇല്ല, ഇന്ന് ദിനേശ് ചേട്ടനെ ഞാൻ ഒന്നും അറ്റാക്ക് ചെയ്യില്ല. ദിനേശ് ചേട്ടനെ മനസ്സിലാക്കാൻ വൈകി. അയാൾ പറയുക, എനിക്ക് ദിനേശ് ചേട്ടനെ മനസ്സിലാക്കാൻ വൈകി ദിനേശ് ചേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറ ചേട്ടാ, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ മലപ്പുറത്ത് SFIയും DYFIയും യൂണിറ്റൊന്നും ഇല്ലായിരുന്നിടത്ത് യൂണിറ്റ് ഉണ്ടാക്കിയ ആളാണ് ചേട്ടാ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജോയ് മാത്യു, സാജസ് കറിയ, കുറേ പേര് പറഞ്ഞു. എല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരാണ്, പക്ഷേ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറയുന്നത്. ചേട്ടാ, ഞങ്ങളോടൊപ്പം നിൽക്കേണ്ട ആളാണ് ചേട്ടൻ, നമുക്കൊന്നിച്ച് നിൽക്കാൻ ചേട്ടാ. ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട രാജ, ഞാനൊരു മൂലയിൽ കൂടെ ഒതുങ്ങി നടക്കുന്ന ഒരാളാണ്. അല്ല, എനിക്കത് മനസ്സിലായി ചേട്ടാ. 35,000 രൂപ കൊണ്ട് ജീവിക്കുന്ന, ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു രാജ, 18,000 രൂപ വീട്ടുവാടക കൊടുക്കണം, കറണ്ട്, കേബിള്, നെറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പ്ലാസ്റ്റിക് എടുക്കുന്നവർക്ക് പ്രത്യേകം, എച്ചിലെടുത്തുകൊണ്ട് പോകുന്നവർക്ക് പ്രത്യേകം, വീട് തൂക്കാൻ വരുന്നവർക്ക് പ്രത്യേകം, പത്രം, ഇങ്ങനെ കുറേ കാശ് ചിലവുണ്ട്. പിന്നെ എനിക്ക് കാറിന് മാസം 15,000 രൂപ അടയ്ക്കണം. മോനെടുത്ത ബൈക്കിന് 6,000 രൂപ അടയ്ക്കണം. ഞാനിപ്പോൾ വലിയ സ്ക്രീൻ വാങ്ങിച്ചു, TV, അതിന് 4,000 5,000 വെച്ച് അടയ്ക്കണം. 35,000 രൂപ ഞാൻ എങ്ങനെ ജീവിക്കും രാജ? എനിക്ക് 35,000 ഒന്നും അല്ല രാജ എൻ്റെ വരുമാനം. ചേട്ടന് എത്ര വരുമാനം വരും? ഞാൻ പറഞ്ഞ മോശമല്ലാത്ത വരുമാനമുണ്ട്. ഞാനത് പറയുന്നില്ല രാജ. എനിക്ക് 1 ലക്ഷത്തിന് മുകളിൽ വരുമാനമുണ്ട്. ഞാൻ എന്തിന് നിങ്ങളെ മറച്ചു വയ്ക്കണം അല്ലേ? എന്നെ നിങ്ങളല്ലേ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തുറന്നു പറയുകയാണ്. ഞാൻ പറഞ്ഞു, രാജ, എനിക്ക് 1.25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുണ്ട് മാസം. ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളാണ്. ഈ അടുത്ത കാലത്ത് രജനീകാന്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, താങ്കൾ ഇങ്ങനെ ലളിത ജീവിതത്തിൽ ജീവിക്കുന്നു. അപ്പോൾ രജനീകാന്ത് പറഞ്ഞു, ഞാൻ ലളിത ജീവിതമൊന്നുമല്ല. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വില കൂടിയ കാറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ലോകത്തുള്ള ഏത് മുന്തിയ ഹോട്ടലിലും ഞാൻ താമസിക്കുന്നു. അതുപോലെ മുന്തിയ ഹോട്ടൽ 7 സ്റ്റാർ ഹോട്ടലുകളിലാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ഞാനിടുന്ന ഡ്രസ്സും അങ്ങനെയുള്ളതാണ്. ഞാൻ എങ്ങനെ ലളിത ജീവിതം നയിക്കുന്നതെന്ന് രജനീകാന്ത് ചോദിച്ചു. ഞാൻ ഇത് രാജനോട് ചോദിച്ചു. രജനീകാന്ത് പറഞ്ഞ പോലെയാണ് രാജ ഞാനും. ഞാൻ മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, നോൺ കഴിക്കുന്നില്ല. പക്ഷേ ഞാൻ അന്തസ്സായി ജീവിക്കുന്ന ആളാണ് രാജ. എനിക്ക് സ്കൂട്ടറുണ്ട്, കാറുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഞാൻ ദുർബലനല്ല. ദുർബലനാണെങ്കിൽ പേടിത്തൊണ്ടനായിരിക്കും. ഞാൻ ഒരു പുല്ലുമില്ലെങ്കിലും വെട്ടി നിരത്തി ജീവിക്കുന്ന ആളാണ് രാജ. നിങ്ങളോ എന്നെ സ്നേഹത്തോടെ സംസാരിച്ച UK-യിലെ നിങ്ങളുടെ സുഹൃത്തോ പറയുന്ന പോലെ അല്ല രാജ എന്ന് പറഞ്ഞാൽ, ഞാൻ രാജനോട് എന്തൊക്കെ പറയണോ അതെല്ലാം പറഞ്ഞു. എല്ലാം രാജൻ കേട്ടു. രാജൻ കേട്ടിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചതായിട്ട് ഞാൻ പറഞ്ഞു, രാജ, നീ ഇന്ന് വിളിച്ച നന്നായി. നീ ഇന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വരുന്ന ബുധനാഴ്ച വരുന്ന പ്രോഗ്രാം നിനക്കെതിരെ ചെയ്യണമെന്ന് വിചാരിച്ചു, നിന്നെ വെട്ടി നിരത്തണം എന്ന് വിചാരിച്ചു. ചേട്ടൻ ചെയ്തോളൂ ചേട്ടാ. ഞാൻ ആ പ്രോഗ്രാം കണ്ടിട്ട് പോസിറ്റീവായിട്ട് ഞാൻ ഒരു എപ്പിസോഡ് തിരിച്ച് ചെയ്തോളാം. ഞാൻ അങ്ങനെയുള്ളൊരു മനുഷ്യനോട് എന്ത് പറയാം? ഒരു വിചിത്ര കഥാപാത്രമാണ് രാജൻ. ഇനി ഇതിൽ പറഞ്ഞാൽ രാജന് വിഷമം വരുമെന്ന് എനിക്കുണ്ട്. രാജൻ്റെ ഭാര്യ രാജനെ ഉപേക്ഷിച്ച് പോയി. രാജൻ ഒറ്റയ്ക്കാണ് എറണാകുളത്തൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാണാം രാജന്. എന്നാൽ രാജൻ ഈ മുസ്ലിം വിരോധി എന്ന് പറയുമ്പോഴും കാക്കനാട്ടുള്ള ഏതോ ഉമ്മയുടെ തട്ടുകടയിൽ ചെന്നാണ് കഞ്ഞി കുടിക്കുന്നത്. ഏതോ മുസ്ലിം ഹോട്ടലിലാണ് ആഹാരം കഴിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പാടില്ല, പാകിസ്ഥാനിലോട്ട് പറഞ്ഞു സുഡാപ്പികൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ മമ്മൂട്ടി സിദ്ദിഖിനെയൊക്കെ ഇങ്ങനെ ചീത്ത വിളിക്കേണ്ട. അയാളുടെ ഭാര്യ, സിദ്ദിഖിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ്. വേദനിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ഞാൻ ആ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്, ഒരു സ്കൂളിനടുത്താണ്. ഞാൻ പറയുന്നത് അതൊക്കെ കഴിഞ്ഞ് അയാളുടെ മകനും ഈ അടുത്ത കാലത്ത് മരിച്ച് ഒരുപാട് അയാളൊരു മനുഷ്യനല്ലേ, ഒരു മാനസിക സംഘർഷത്തിൽ നിൽക്കുമ്പോൾ അയാളുടെ ഇന്നലെകൾ ചികഞ്ഞ് പറയാൻ പാടില്ലായിരുന്നു. അമേരിയ ശിരസ്കൻ എന്നൊക്കെ വിളിക്കാൻ കഷണ്ടിയായിപ്പോയി. അതിനിപ്പോൾ എന്ത് ചെയ്യാനാണ്? രാജന് നല്ല തലമുടിയുണ്ട്, താടി അല്ല രാജനും ഇല്ല, രാജനും കഷണ്ടിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, രാജന് പറ്റിയ എതിരാളിയല്ല ദിനേശ്. എന്തായാലും രാജനെ ഞാൻ ഇനി ശത്രുപക്ഷത്ത് കാണുകയില്ല. പക്ഷേ
രാജൻ ഞാൻ ഇതുവരെ പറഞ്ഞ കഥകളിൽ രാജൻ പറഞ്ഞ എല്ലാം റോങ് ആണ് രാജ. അപ്പോൾ രാജൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെ ചാനലുകൾക്ക് ഞാൻ കൊടുത്ത അഭിമുഖത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് 2 ലക്ഷം പേര് കണ്ടു, 22 ലക്ഷം പേര് കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഞാൻ രാജൻ്റെ അറിവിലേക്ക് പറയുന്നു. എൻ്റെ ഫേസ്ബുക്കായിട്ട് ഇപ്പോൾ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ്റെ ഫേസ്ബുക്ക് പോലും എൻ്റേതല്ല. ഏതോ കണ്ണൂരുള്ള ഏതൊരു ചെറുപ്പക്കാരനാണ് അത് ഫോളോ ചെയ്യണത്. അവനത് കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ട് ഓരോ ആഴ്ചയും പ്രോഗ്രാം വരുമ്പോൾ എടുത്ത് ആ ഫേസ്ബുക്കിൽ ഇട്ട് അതിൻ്റെ പൈസ അവനാണ് എടുക്കുന്നത്. അതുപോലെ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം കണ്ടിട്ട് ഓരോരുത്തർ അവർക്ക് തോന്നുന്ന പോലെ ഹെഡിങ് ഇട്ട് അവർക്ക് തോന്നിയ പോലെയൊക്കെ എഴുതി വിടുന്നു. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു സൈബറിൽ കേസ് കൊടുക്കാൻ, അല്ലെങ്കിൽ യൂട്യൂബിൽ പരാതി കൊടുക്കാൻ. ഞാൻ കൊടുക്കില്ല. ഇവിടെ പലരും ഇപ്പോൾ എന്താ പറയുക, ആസിഫ് അലിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടു. ഞാൻ സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടില്ല. നല്ല നടനല്ലേ ആ പയ്യൻ. അതുപോലെ ഓരോ നടികളെയും നടന്മാരെയും കുറിച്ച് ഞാൻ അറിയാതെ എത്രയോ പ്രോഗ്രാം എൻ്റെ പേര് പോകുന്നു. കാരണം ശാന്തിയുള്ള ദിനേശ് എന്ന് വെച്ചാൽ 1000 പേര് കാണട്ടെ എന്ന് പറഞ്ഞ് ഓരോരുത്തർ ചെയ്യുന്നതാണ്. വായിച്ച് നോക്കിയാൽ അറിയാം ഇത് ദിനേശ് പറഞ്ഞിട്ടില്ല. ഹെഡിങ് മാത്രമേ ഉള്ളൂ കുഴപ്പമുള്ള. പക്ഷേ ആ ഹെഡിങ്ങുകൾ വായിച്ചിട്ടാണ് രാജൻ എന്നെപ്പറ്റി ഇത്രയും ചീത്ത പറഞ്ഞത്. രാജൻ തന്നെ പറയുന്നു, ഞാൻ എപ്പിസോഡുകൾ കണ്ടിട്ടില്ല, ഞാൻ എപ്പിസോഡുകൾ കാണാമെന്ന് രാജൻ പറഞ്ഞു. രാജനോട് എനിക്ക് പറയാനുള്ളത്, രാജ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കാതെ ആരെക്കുറിച്ചും ഒന്നും പറയരുത് രാജ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, രാജന് നല്ല ബുദ്ധി വരികയാണെങ്കിൽ, തോന്നുകയാണെങ്കിൽ മമ്മൂക്കയെക്കുറിച്ചൊക്കെ ഉള്ള തെറ്റിദ്ധാരണകൾ രാജൻ ഒഴിവാക്കുക. അച്ചൂട്ടി എന്ന് പറഞ്ഞിട്ട് രാജൻ തന്നെ പറഞ്ഞു ഞാൻ മമ്മൂട്ടിയെ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇരിക്കട്ടെ. എന്തായാലും രാജനെ പറ്റി പറയാൻ തുടങ്ങിയതാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ പ്രോഗ്രാം കാണുന്നവർ കാണുന്ന പോലെ തന്നെ രാജനും കാണട്ടെ. തിരുത്താൻ പറ്റുമെങ്കിൽ രാജൻ തിരുത്തട്ടെ. കാരണം അകാലത്തിൽ മദ്യപിച്ച് മരിച്ചുപോയവരെക്കുറിച്ച് ഞാൻ ചെയ്തൊരു പ്രോഗ്രാം ചെയ്ത് ഒരാഴ്ചയായിട്ട് കഴിഞ്ഞപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയാണ്, എനിക്കൊരു റീബർത്ത് തന്ന ആളാണ് നിങ്ങൾ. എന്നിട്ട് ഇങ്ങനെ ഞാൻ മദ്യപാനം നിർത്തി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മളെ പ്രോഗ്രാം കണ്ടിട്ട് ഒരാൾ നേരായെങ്കിൽ നല്ലതല്ലേ. അതുപോലെ രാജനും നല്ല ബുദ്ധി വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത് കണ്ടിട്ട് രാജൻ എന്ത് വേണമെങ്കിലും എന്നെ തെറി വിളിക്കാം. ഞാനൊരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, രാജനെ പറ്റി ഇനി ഒരക്ഷരം പറയില്ല. ഇവിടെ കൊണ്ട് ഞാനത് അവസാനിപ്പിക്കുന്നു. നല്ല സുഹൃത്തായിരിക്കട്ടെ രാജ നീ എനിക്ക്, അല്ലെങ്കിൽ ഒരു അനിയനായിരിക്കട്ടെ രാജൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാജൻ ജോസഫിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.